ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്ന ആളുകൾ, അഥവാ മുസ്ലിമീങ്ങളായ ആളുകൾ, മുസ്ലിമായാൽ മാത്രം സ്വർഗ്ഗത്തിലെത്തൂല, മുസ്ലിമായാൽ മാത്രം പുഞ്ചിരിയോടെ മരിക്കാൻ കഴിയൂല. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നഹ്, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലെത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ അനുഭവിച്ച പ്രയാസങ്ങൾ അനുഭവിക്കാതെ, അവർ നേരിട്ട പ്രതിസന്ധികൾ നേരിടാതെ, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ്. അവർ അനുഭവിച്ചത് എന്താണ്? മാരാരോഗങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്, പട്ടിണി അവർ അനുഭവിച്ചിട്ടുണ്ട്, ശത്രുക്കളാലുള്ള പേടി അവർ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വിശപ്പും ദാഹവും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും മാറാരോഗങ്ങളും അള്ളാഹുവിന്റെ പ്രകൃതിയുടെ ദുരന്തങ്ങൾ വരെ നേരിട്ട് പോയവരാണവർ. അവർ അനുഭവിച്ചതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കാതെ സ്വർഗം ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോ, മുസ്ലിമായതുകൊണ്ട് മാത്രം ഒരാൾക്കും സ്വർഗം ലഭിക്കാൻ പോകുന്നില്ല. അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ തയ്യാറാവാതെ ഒരാൾക്കും പുഞ്ചിരിയോടെ മരിക്കാനും സ്വർഗം കരസ്ഥമാക്കാനും സാധിക്കുകയില്ല. ഇങ്ങനെ അള്ളാഹു പറഞ്ഞത് കേൾക്കാൻ തയ്യാറായാൽ, പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അനുസരിക്കാൻ തയ്യാറായാൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മാലാക്കമാർ ഇറങ്ങി വരികയാണ് ആകാശലോകങ്ങളിൽ നിന്ന്. എവിടെ, ഏത് സമയത്ത്? ഖല്ലാ ഇദാ ബലഗതിത് തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ഖല്ലാ, നിങ്ങൾ അറിയണം, നിങ്ങളിലേക്ക് അല്ലാഹു, തൊണ്ടക്കുഴിയിലേക്ക് നിങ്ങളുടെ റൂഹത്ത് നിങ്ങളെ അല്ലാഹു കൊണ്ടുപോകുന്ന സമയമായാൽ, അവിടെ നിന്ന് മരിക്കാൻ പോകുന്നവർ വിളിച്ചു പറയുന്നുണ്ട്, വഖീല മൻ റാഖ്, ആരെങ്കിലും ഒന്നെ ആശ്വസിപ്പിക്കാൻ എനിക്ക് മന്ത്രിച്ചൂതി തരുമോ എന്ന് ആളുകൾ മരണശയ്യയിൽ കിടന്നിട്ട്, രോഗശയ്യയിൽ കിടന്നിട്ട് നിലവിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് കേൾക്കുന്നില്ല. ഖല്ലാ, അത് വേണ്ട. ഇദാ ബലഗതിത് തറാഖി, നിങ്ങളുടെ റൂഹ് നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തിയാൽ ആ സമയത്ത് ആളുകൾ വിളിച്ചു പറയുന്നത്, വഖീല മൻ റാഖ്, ആരാണ് എന്നെ മന്ത്രി ചോദി തരുന്നത്? വളന്ന അന്നഹുൽ ഫിറാഖ്, ഞാൻ മരിക്കുകയാണ്, ഞാൻ ലോകത്തോട് വിട പറയുകയാണ് എന്നയാൾക്ക് തിരിച്ചറിയുകയാണ്. വൽതഫത്തിസ് സാഖു ബിസ്സാഖ്, അദ്ദേഹം മരണവെപ്രാളം കൊണ്ട് കാലിട്ടടിക്കുകയാണ്. ഇങ്ങനെയാണ് പല ആളുകളും മരിച്ചു പോകുന്നതെങ്കിൽ, ചില ആളുകൾ ഇത് ഈ രീതിയിലല്ല മരിച്ചു പോകുന്നത്. എങ്ങനെയാണ് മരിച്ചു പോകുന്നത്? തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാരുടെ അകമ്പടിയോടെയാണ് അവർ മരിച്ചു പോകുന്നത്. എന്തിനാണ് മലക്കുകൾ ഇറങ്ങി വരുന്നത്? മറ്റൊരായത്ത് നമ്മൾക്ക് പരിശോധിക്കാം. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാളിലേക്ക് മരണത്തിന്റെ സമയമാസന്നമായാൽ, മരിക്കാനുള്ള സമയമായാൽ, ഖാല, അയാൾ പറയുകയാണ്, റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കുമോ അല്ലാഹ്. മരണസമയത്ത് മരണത്തിന്റെ വേദന കൊണ്ട്, മരണത്തിന്റെ വെപ്രാളം കൊണ്ട്, പേടികൊണ്ട് രോഗാശയിൽ കിടന്നിട്ട് മരണാസന്നമായ രോഗി പറയുകയാണ്, റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കിച്ചരുമോ എന്ന്. ലഅല്ലി അഅമലു സാലിഹാ, ഞാൻ നന്മ ചെയ്യാം റബ്ബേ, ഞാൻ ഇനി മുതൽ നന്നായി ജീവിക്കാം അല്ലാഹ്. ഇതുപോലെയല്ല, ഇതുവരെ ജീവിച്ചതുപോലെയല്ല, ഇനി ഞാൻ നന്നാവാമെന്നാണ് പറയുന്നത്. ലഅല്ലി അഅമലു സാലിഹാ, ഞാൻ ഇനി നന്നായി ജീവിക്കാം. ഫീമാ തറക്തു, നീ എനിക്ക് ഇനി എത്ര ദിവസമാണ് ബാക്കി നൽകുന്നത്? എനിക്ക് ഒരാഴ്ച, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ ഒരു വർഷം നീ എനിക്ക് നീട്ടിത്തന്നാൽ ഞാൻ നീ പറഞ്ഞതുപോലെ സ്വാലിഹായി ജീവിക്കാൻ തയ്യാറാണ്. പക്ഷേ അല്ലാഹു പറയാണ്, ഖല്ലാ ഇന്ന
കലിമത്തുൻ, അത് നിങ്ങളുടെ ഒരു പാഴ്വാക്കാണ്. അല്ലാഹു ആ വാക്കുകൾക്ക് ചെവി കൊള്ളില്ല. അല്ലാഹു യാതൊരു പരിഗണന നൽകാത്ത വാക്കുകളാണത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവർ പോകാനുള്ളത് ഖബറിലേക്കാണ്, ബർസഖിയായ ലോകത്തിലേക്കാണ്, ഉഖ്റവിയായ ലോകത്തിലേക്കാണ് അവരുടെ മരണശേഷം അവർ പോവാനുള്ളത്. വമിൻ വറാഇഹിം ബർസഖുൻ, അവരുടെ മരണശേഷം അവർ നേരിടാൻ പോകുന്നത് ഖബറിടമാണ്. ഒരുപാട് ആളുകൾ മരണസമയത്ത് വെപ്രാളത്തോടെ പേടിയോടെ ഇനിയും എനിക്ക് ആയുസ് നീട്ടിത്തരുമോ എന്ന് ചോദിക്കുമ്പോ മരണത്തെ പുഞ്ചിരിയോടെ നേരിടുന്ന ആളുകളുണ്ട്. മരണത്തെ വളരെ താല്പര്യത്തോടെ നേരിടുന്ന ആളുകളുണ്ട്. മരണത്തെ ഖബറിലേക്ക് പോകാൻ ആഗ്രഹത്തോടെ കൊതിക്കുന്ന ആളുകളുണ്ട്. അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ട് വിഭാഗമാണ് ആളുകൾ രണ്ട് രീതിയിലാണുള്ളത്. ഇമ്മാ മുഹിബ്ബുൻ ലിലിഖാഇല്ലാഹ് വ ഇമ്മാ കാരിഹുൻ ലിലിഖാഇല്ലാഹ്. ഒന്നുകിൽ മരണത്തെ വെറുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മരണത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. രണ്ട് രീതിയിലാണ് ആളുകളുള്ളത്. ചില ആളുകൾ മരണത്തെ വെറുക്കുന്നവരാണ്, ചില ആളുകൾ മരണത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ചോദിച്ചത്, അല്ലയോ നബിയേ കുല്ലുനാ നക്റഹുൽ മൗത യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങളെല്ലാവരും മരണത്തെ വെറുക്കുന്നവരാണല്ലോ. ആരാണ് മരിക്കാൻ കൊതിക്കുന്നത്? ആർക്കാണ് മരണത്തോട് താല്പര്യമുള്ളത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആളുകൾ ലോകത്തോട് വിട പറയുക രണ്ട് രീതിയിലാണ്. ചില ആളുകൾ പുഞ്ചിരിച്ചുകൊണ്ടാണ്, ചില ആളുകൾ വെപ്രാളത്തോടെയാണ്. ആ വെപ്രാളത്തോടെ ലോകത്തോട് വിട പറയുന്ന ആളുകളുടെ സമീപത്തേക്ക് അല്ലാഹുവിന്റെ മാലാക്കമാര് കടന്നു വന്നിട്ട് നരകത്തിന്റെ ഭയാനകമായ ലോകം കാണിച്ചു കൊടുത്ത് വളരെ വേദനയോടെ കൊണ്ടുപോയി ഖബറിന്റെ അദാബിനെയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ അവർക്ക് മരണത്തെ താല്പര്യമില്ല, മരണത്തെ അവർ പേടിക്കുകയാണ്. അത്തരം ആളുകളാണ് എന്നെ വന്ന് ഭൂമിയിലേക്ക് മടക്കുമോ, എനിക്ക് ഒരുപാട് കാലം ആയുസ് തരുമോ, എനിക്കൊരാഴ്ചയെങ്കിലും സമയം തരുമോ, എനിക്കൊരു മണിക്കൂറെങ്കിലും സമയം തരുമോ എന്ന് ചോദിക്കുന്നത് ഇത്തരം ആളുകളാണ് എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്നാൽ നേരെ മറിച്ച് മറ്റൊരു വിഭാഗമുണ്ട്. അവരുടെ അടുത്തേക്ക് മാലാക്കമാര് വന്ന് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. മാലാക്കമാര് വന്ന് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. ഖബറിലുള്ള അനുഭൂതികളെ, ഖബറിലുള്ള സുഖങ്ങളെ കുറിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അത്തരം ആളുകൾ വളരെ സന്തോഷത്തോടെയാണ് മരിക്കാൻ തയ്യാറാകുന്നത്. അല്ലാഹുവിനെ കാണാൻ വളരെ താല്പര്യത്തോടെയാണ് അവർ തയ്യാറാകുന്നത്. അല്ലാഹുവിന്റെ മാലാഖമാർ ഇത്തരം ആളുകളുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോൾ അവർ പറയുന്നത്, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. എന്തിനാണ് പേടിക്കുന്നത്? അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനേക്കാളും സുഖം ഖബറല്ലയോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിൽ ഇല്ലയോ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കാളും നല്ല മക്കൾ ഖബറിലില്ലയോ? നിങ്ങളുടെ അയൽവാസിയെക്കാളും നല്ല അയൽവാസി, കുടുംബക്കാരെക്കാളും നല്ല കുടുംബക്കാർ, ഇതെല്ലാം നിങ്ങൾക്ക് ഖബറിൽ ലഭിക്കുമ്പോ പിന്നെ ഈ പ്രയാസങ്ങൾ നിറഞ്ഞ, ദുഃഖങ്ങൾ നിറഞ്ഞ ഈ ദുനിയാവിനോട് വേർപിരിയുന്നതിൽ എന്ത് ദുഃഖമാണ്, എന്ത് പേടിയാണ് നിങ്ങൾക്കുള്ളത്? അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ദുനിയാവിൽ ഇരിക്കുമ്പോഴാണ് തലവേദന വരുന്നത്, പനി വരുന്നത്, ക്യാൻസർ വരുന്നത്. എന്നാൽ ഉഖ്റവിയായ ഖബറിലെത്തിയാൽ ഒരു തലവേദന പോലും നിങ്ങൾക്ക് അനുഭവിക്കാനില്ല, ഒരു ടെൻഷൻ നിങ്ങൾക്ക് അനുഭവിക്കാനില്ല, പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനില്ല, ദുഃഖങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനില്ല. എന്നാൽ ഈ ദുനിയാവിലെ പ്രയാസങ്ങൾ നിറഞ്ഞ ലോകത്തെക്കാളും നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ ഖബറിടങ്ങളല്ലയോ? അല്ലാ തഖാഫു, അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ആരാ ഖബറിനെ പേടിക്കേണ്ടത്? ഖബർ ഇരുട്ടറയായാലല്ലേ ഖബറിനെ പേടിക്കേണ്ടത്? ഖബർ ഇടുങ്ങിയാലല്ലേ ഖബറിനെ പേടിക്കേണ്ടത്? ഖബറിലേക്ക് നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടാലല്ലേ ഖബറിനെ പേടിക്കേണ്ടത്? നേരെ മറിച്ച് ഇതിന് വിപരീതമായി പ്രകാശപൂരിതമായ ഖബറായാൽ, വിശാലമായ ഖബറായാൽ,
കുടുംബക്കാരും ഭാര്യയും മക്കളും നിറഞ്ഞ നല്ലൊരു വീടിനേക്കാളും സുന്ദരമായ ഖബറായാൽ പിന്നെ എന്തിനാണ് നമ്മൾ ഖബറിനെ പേടിക്കുന്നത്? അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. എന്തിനാണ് ദുഃഖം? ദുഃഖിക്കേണ്ട ആവശ്യമുണ്ട്. ഭാര്യയോട് വിട പറയുന്നതിനാണോ ദുഃഖം? എന്നാൽ നിങ്ങളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ നിങ്ങൾക്ക് ഖബറിലുണ്ട്. പിന്നെന്തിനാ ദുഃഖം? അല്ലാ തഹ്സനു, മക്കളോട് വിട പറയുന്നതിനാണോ ദുഃഖം? നിങ്ങളുടെ മക്കളെക്കാളും നല്ല മക്കൾ നിങ്ങളുടെ ഖബറിലില്ലയോ? നിങ്ങളുടെ വീടിൽ നിന്ന് വിട പറയുന്നതിലാണോ നിങ്ങൾക്ക് ദുഃഖം? നിങ്ങളുടെ വീടിനേക്കാളും നല്ല വീടാണ് നിങ്ങളുടെ ഖബറിടങ്ങൾ. അതല്ലേ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്? മയ്യിത്ത് നിസ്കാരം നിസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ. മയ്യിത്ത് നിസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ മയ്യിത്ത് നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ പുറത്തു കൊടുക്ക് റബ്ബേ. اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الابيض من الدنس اللهم ابدله دارا خيرا من داره. അല്ലാഹുവേ ഇയാളുടെ വീടിനേക്കാളും നല്ല വീട് നീ നൽകണേ അല്ലാഹ്. ഇയാളുടെ വീടിനേക്കാളും നല്ല വീട് കൊടുക്കണമെന്ന്. നമ്മൾ ഭക്ഷണം കഴിച്ച വീട് നല്ല വീടാണ് അല്ലേ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളൊക്കെ ദീനിയായ മേഖലകളിലേക്ക് പാവങ്ങളെ സഹായിക്കാനൊക്കെ ചെലവഴിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായാൽ അദ്ദേഹത്തിന്റെ വീടിനേക്കാളും മനോഹരമായിരിക്കും അദ്ദേഹത്തിന്റെ ഖബറിടം. അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി. അല്ലാഹുവേ അയാളുടെ വീടിനേക്കാളും നല്ല വീടാക്കി മാറ്റണേ എന്നാ ദുആ ചെയ്യുന്നത്. ഇതിനേക്കാളും വലിയ വീട് വേറൊരാൾ കെട്ടി അയാൾക്ക് അല്ലാഹു ഇഷ്ടം പോലെ സമ്പാദ്യങ്ങൾ നൽകി. ആ സമ്പാദ്യങ്ങളെ ദീനിയായ മേഖലയിലേക്ക് ചെലവഴിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ച് ചിന്മയിൽ നിന്ന് മാറി നിന്നാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി. അല്ലാഹുവേ അവരുടെ വീടിനേക്കാളും നല്ല വീട് നൽകണേ. 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണെങ്കിൽ ഖബറിടം അതിനേക്കാളും വിശാലമാണ്. ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടു കിടക്കുകയാണ് ഖബറ്. എന്നാൽ ചെരിഞ്ഞ് ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെയും കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടു കിടക്കുകയാണ്. 1000 സ്ക്വയർ ഫീറ്റ്, 2000 10,000 സ്ക്വയർ ഫീറ്റിനേക്കാളും വിശാലമാണ് നമ്മുടെ വീട്. ഖബറ്. ഇവിടെ നല്ല സുഖത്തിൽ ജീവിച്ച ആളുകളാണ് നമ്മളൊക്കെ. AC ഉണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഖബർ ഇതിനേക്കാൾ ഉഷാറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ ഖബറിൽ പോകാൻ പേടിക്കുന്നത് ഖബർ ഇരുട്ടറയാണെന്ന് വിചാരിച്ച്. നമ്മൾ കാണുന്ന ഖബറൊന്നുമല്ല ഖബർ. നമ്മൾ ഈ ഭൗതിക ലോകത്ത് കാണുന്ന ഖബർ ഇടുങ്ങിയതാണ്. പക്ഷെ ഖബറിലേക്ക് പോകുന്ന ആൾ നല്ല മനുഷ്യനാണെങ്കിൽ ആ മീസാൻ കല്ല് വക്കലോടുകൂടി അത് വിശാലമാവുകയാണ്. നവ്വറല്ലാഹു ഖബ്റക യാ ഉമർ കമാ നവ്വർത മസാജിദ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പള്ളി മനോഹരമാക്കിയപ്പോൾ റമദാൻ മാസം മനോഹരമായി പള്ളിയിലേക്ക് വിളക്കുകൾ അണിയിക്കുകയുണ്ടായി. വളരെ മനോഹരമായ വൈവിധ്യമാർന്ന വിളക്കുകൾ കൊണ്ട് പള്ളി അലങ്കരിച്ചു. ഇത് ആര് കണ്ടു? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കണ്ടു. അലി തങ്ങൾ ഇത് കണ്ട ഉടനെ മഹാനായ ഉമർ തങ്ങളോട് പറഞ്ഞതിന് നവ്വറല്ലാഹു ഖബ്റക യാ ഉമർ. ഉമറേ, നിങ്ങളുടെ ഖബറിടത്തെ അല്ലാഹു പ്രകാശിപ്പിച്ചു തരട്ടെ. കമാ നവ്വർത മസാജിദ. അല്ലാഹുവിന്റെ പള്ളിയെ നീ പ്രകാശിപ്പിച്ചതുപോലെ ജീവിക്കുന്ന കാലത്ത് അല്ലാഹുവിന്റെ പള്ളികളെ, അല്ലാഹുവിന്റെ മദ്രസകളെ പ്രകാശിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഇൽമിന്റെ സദസ്സുകളുടെ വെളിച്ചം അതിന്റെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം. പള്ളിയുടെ കറന്റ് ബില്ല് ഞാൻ ഏറ്റെടുക്കാം. മദ്രസയുടെ കറന്റ് ബില്ല് ഞാൻ ഏറ്റെടുക്കാം. അല്ലാഹുവിന്റെ പള്ളികളെയും മദ്രസകളെയും പ്രകാശിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു നമ്മുടെ ഖബറിടങ്ങളെ അതിനേക്കാളും വലിയ പ്രകാശമാക്കി തരുമെന്നാണ് അലി തങ്ങൾ ദുആ ചെയ്തത്. അല്ലാഹു നമ്മുടെ ഖബറിടങ്ങളെ പ്രകാശിപ്പിച്ചു തരട്ടെ. നമ്മുടെ വീടിനേക്കാളും വെളിച്ചം നമ്മുടെ ഖബറിടങ്ങളാണ്.
നമ്മൾ ദുആ ചെയ്യാറില്ലേ? അല്ലാഹുമ്മ നവ്വിർ ഖബ്റനാ ബിനൂരിൽ ഖുർആൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറിടങ്ങളെ ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഖുർആൻ ഓതിയ ഖബർ വെളിച്ചാകും. എത്ര ഓതുന്നു അതിനനുസരിച്ചിട്ട് അതിന്റെ വാട്ട്സ് കൂടും. ഇതൊക്കെ ഒരു 50 വാട്ട്സിന്റെ ലൈറ്റ് ആണെങ്കിൽ നമ്മൾ ഡെയിലി ഒരു ജുസ് ഓതുന്ന ഖബറും ഡെയിലി 2 ജുസ് ഓതുന്ന ഖബറിന്റെയും വെളിച്ചം വ്യത്യസ്തമാകും. അത് നമ്മുടെ 60 വാട്ടിന്റെ പഴയ ബൾബ് ഉണ്ടല്ലോ, അതല്ലായിരിക്കും കുറച്ച് ഓതുന്ന ആളുകൾക്ക്. എന്നാൽ നന്നായി ഓതുന്ന ആൾക്ക് അതുപോലെ ഫോക്കസ് ലൈറ്റിനെക്കാളും വെളിച്ചായിരിക്കും. തീരെ ഓതാത്ത ആളുകൾ എന്നും പവർ കട്ടായിരിക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഖുർആൻ ഓതാ. ഖുർആൻ പ്രകാശാണ്. അല്ലാഹുമ്മ നവ്വിർ ഖബ്റനാ ബിനൂരിൽ ഖുർആൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറിടങ്ങളെ ഖുർആനിന്റെ പ്രകാശം കൊണ്ട് നീ വെളിച്ചമാക്കണേ അല്ലാഹ്. ഇരുട്ടറയല്ല, ഖബർ ഇരുട്ടറയല്ല. ഇരുട്ടറയുണ്ട് ചില ആളുകൾക്ക്, അവരിൽ പെടാതിരിക്കാനുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഖബറിടങ്ങളെ പ്രകാശിപ്പിക്കാൻ നമ്മൾക്ക് മത്സരിക്കാം. സാബിഖൂ ഇലൽ ഖൈറാത്ത് സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണം, അതിനു വേണ്ടി നിങ്ങൾ ഉളരണം. അല്ലാഹുവിന്റെ സ്വർഗ്ഗം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഉളരണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ നമ്മൾ എന്തിനാണ് ഖബറിടം ഇരുട്ടറയാണ് എന്ന് പേടിച്ചിരിക്കുന്നത്? അത് വെളിച്ചമാക്കാനുള്ള വഴികൾ നമ്മുടെ കയ്യിലില്ലയോ? അത് പ്രകാശിപ്പിക്കാനുള്ള ആയുധങ്ങൾ നമ്മുടെ കൈകളിലില്ലയോ? അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ നവ്വിർ ഖബ്റനാ ബിനൂരിൽ ഖുർആൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറിടങ്ങളെ ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് നീ പ്രകാശിപ്പിക്കൂ റബ്ബേ. ഖുർആൻ ഓതാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആനിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഖുർആനിന്റെ ഓരോ ഹർഫ് കാരണമായി നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അപ്പൊ നന്നായി ഖുർആൻ ഓതുന്ന ആളുകളുടെ ഖബറിടങ്ങൾ അല്ലാഹു നന്നായി പ്രകാശിപ്പിക്കുമെന്നാണ്. പിന്നെയോ, അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. അല്ലാഹുവേ, ഭാര്യയെക്കാളും നല്ല ഭാര്യയെ നീ നൽകണേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അല്ലേ? ഭാര്യയെക്കാളും നല്ല ഭാര്യ നൽകണം എന്നല്ലേ ദുആ ചെയ്യുന്നത്? അതിന്റെ അർത്ഥം അങ്ങനല്ലേ? ഇതൊക്കെ സ്വഹീഹായ ഹദീസിന്റെ ദുആകളല്ലേ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളല്ലയോ ഇതൊക്കെ? ആ ഹബീബിന്റെ ദുആഇന്റെ താല്പര്യം ഇതാണ്. ഒരാൾ മരണസമയത്ത് വെപ്രാളം വേദന ഭാര്യയോട് ഇവിടെ പറയുന്നതാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. അല്ലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ അല്ലാഹു നാളെ ഖബറിൽ നൽകുമെന്നല്ലേ ആ ദുആഇന്റെ താല്പര്യം? അതല്ലേ? അല്ലേ? അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിൽ ലഭിച്ചാൽ പിന്നെ എന്തിനാണ് ടെൻഷൻ? എന്തിന്റെ പേരിലാണ് ദുഃഖം? ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഇല്ലേ? നിങ്ങളെല്ലാരും ഉറങ്ങാൻ വേണ്ടി നിൽക്കുക? എവിടെ ഇല്ലേ? സമയം വൈകി. എന്ത് വൈകല്? കളി കാണാൻ വേണ്ടിയിട്ട് 2 മണി വരെയൊക്കെ നമ്മൾ ഇരിക്കൂലേ? പിന്നെ വാതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ചെലവഴിച്ചാൽ എന്താ? മഹാനായ അബൂ ഖുദാമത്തു ശാമി എന്ന് പറയുന്നൊരു യോദ്ധാവ്, അദ്ദേഹം റഖ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് കടന്നു വന്നു. അദ്ദേഹം വലിയ അറിയപ്പെട്ട യോദ്ധാവാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരങ്ങൾ ഒന്നുപോലും ഒഴിവാക്കാതെ ധീരനായി പോരാടുന്ന സധൈര്യമുള്ള അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടപൊരുതിയ ഒരു മഹാനാണ് അബൂ ഖുദാമത്തു ശാമി എന്ന് പറയുന്ന ഒരു യോദ്ധാവ്, ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം റഖ എന്ന് പറയുന്ന ജിജിലയുടെ ഫുറാത്തിന്റെ തീരത്തുള്ളൊരു സ്ഥലത്ത്, റഖ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നപ്പോ അദ്ദേഹം കഥ പറയാൻ തുടങ്ങി. മദീനയിൽ വെച്ച് പറയുന്ന കഥയാണിത്. മദീനയിലേക്ക് വന്നപ്പോ മദീനക്കാരായ ആളുകൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഒരുപാട് വർഷക്കാലമായില്ലയോ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായില്ലയോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ഏറ്റവും മനോഹരമായൊരു സംഭവം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ മദീന പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ട അത്ഭുതം പറയാൻ തുടങ്ങി. റഖ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാനെത്തി. ആയുധങ്ങൾ വെക്കാനുള്ള ഒരു കുതിര വാങ്ങലാണ് എന്റെ ഉദ്ദേശം, എന്റെ ആഗ്രഹം അതായിരുന്നു. അങ്ങനെ ഞാൻ
റഖ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. യുദ്ധത്തെക്കുറിച്ച് വഅദ് പറഞ്ഞു. യുദ്ധത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും യുദ്ധത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും ഞാൻ വഅദ് പറയാൻ തുടങ്ങി. അങ്ങനെ വഅദ് പറഞ്ഞ് ആളുകൾക്കെല്ലാം ആവേശമായി. പല ആളുകളും അവരുടെ കൈകളിലുള്ള സാമ്പത്തികമായ സഹായങ്ങൾ നൽകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് എന്റെ വഅദ് കഴിഞ്ഞ് ഞാൻ ആ റഖ എന്ന് പറയുന്ന സ്ഥലത്തെ എനിക്ക് താമസിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മുറിയിൽ ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി അർദ്ധരാത്രി മുറിയിലെത്തി കിടന്നുറങ്ങാൻ നിൽക്കുമ്പോഴാണ് അപരിചിതമായ ആ സ്ഥലത്ത് ആരോ ഒരാൾ വന്നുകൊണ്ട് എന്റെ മുറിയുടെ വാതിൽ മുട്ടുന്നത്. ആരോ ഒരാൾ വന്നിട്ട് എന്റെ വാതിൽ മുട്ടുകയാണ്. ഞാൻ വിചാരിച്ചു, എന്നെ ഈ നാട്ടിൽ ആർക്കറിയില്ല, എനിക്കാരും പരിചയമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ അർദ്ധരാത്രി വന്നിട്ട് ആരാ ഡോർ മുട്ടുന്നത്? തുറന്നു നോക്കിയപ്പോ ഔറത്ത് മറച്ച ഒരു പെണ്ണാണ്. മുഖം മറച്ചിട്ടുണ്ട്, കൈകൾ മറച്ചിട്ടുണ്ട്, ശരീരമാസകലം മറച്ച ഒരു പെണ്ണാണ്. അർദ്ധരാത്രി അബൂ ഖുദാമത്തു ശാമി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുറിയിലേക്ക് കടന്നു വന്നിട്ട് ഡോർ മുട്ടുന്നത്. നിങ്ങളല്ലേ അബൂ ഖുദാമ? അതെ, ഞാനാണ്. നിങ്ങളല്ലേ യുദ്ധത്തെ കുറിച്ച് വഅദ് പറഞ്ഞത്? നിങ്ങളല്ലയോ? അതെ. ആ വഅദ് ഞാൻ കേട്ടു. എനിക്ക് യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്റെ ഭർത്താവ് യുദ്ധത്തിൽ മരിച്ചുപോയ ആളാണ്. എന്റെ ഭർത്താവ് കുരിശ് യുദ്ധത്തിൽ മരിച്ചുപോയ ആളാണ്. കുരിശുകാർക്കെതിരെ യുദ്ധം ചെയ്ത് മരിച്ചുപോയ ആളാണ്. എന്റെ ആങ്ങളെയും അതേപോലെ കുരിശ് യുദ്ധത്തിൽ മരിച്ചുപോയ ആളാണ്. എനിക്കും യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കതിനുള്ള ശക്തിയില്ല, കഴിവില്ല. പക്ഷേ യുദ്ധത്തിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണമെന്നുണ്ട്. നമ്മൾ ഓപ്പറേറ്റർ എവിടെ? ഒന്ന് വന്നിട്ട് ഒന്ന് ഉഷാറാക്കി തരി. തിരിച്ചിട്ട് സൗണ്ട് നല്ല ഫുള്ളൊന്ന് തിരിച്ചു തരി. ഡിലേ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ട്. യുദ്ധം ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്കതിനുള്ള ശക്തിയും കഴിവുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ യുദ്ധത്തിന് വേണ്ടി ഒരു ഹദിയയുമായി, ഒരു സമ്മാനവുമായി ഞാൻ വന്നതാണ്. ഈ സമ്മാനം നിങ്ങൾ നിരസിക്കാൻ പാടില്ല, തള്ളിക്കളയാൻ പാടില്ല. നിർബന്ധമായും നിങ്ങൾ സ്വീകരിക്കണം. എന്താണ് സമ്മാനം എന്നറിയോ? എന്റെ കയ്യിലുള്ളതിൽ എനിക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ എന്റെ കയ്യിൽ സാമ്പത്തികമായ ശേഷിയില്ല. എന്നാൽ എനിക്കുള്ളത് മനോഹരമായ മുടികളാണ്. എനിക്കുണ്ടായിരുന്നത് മനോഹരമായ മുടികളാണ്. ആ മുടിയെ ഞാൻ മുറിച്ചു മാറ്റി അതിനെ ഞാൻ പിരിച്ചൊരു കയറാക്കി ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കവറിലുള്ളത് എന്റെ മുടികളാണ്, പിരിച്ചു വെച്ച എന്റെ മുടികളാണ് എന്ന് ആ സഹോദരി പറയുകയും ഈ പിരിച്ചുവെച്ച കയർ ഉപയോഗിച്ച് നിങ്ങൾ യുദ്ധക്കളത്തിൽ രണാങ്കണത്തിൽ ചെന്ന് നിങ്ങളുടെ കുതിരകളെ, പടക്കുതിരകളെ കെട്ടിവെക്കാൻ വേണ്ടി ഉപയോഗിക്കണം. കാരണം ഈ യുദ്ധത്തിൽ പടക്കുതിരകൾ മരിച്ചുപോയാൽ ആ യുദ്ധരണാങ്കണത്തിലെ പൊടിപടലങ്ങൾ കൊണ്ട് എന്റെ മുടി കഷ്ണങ്ങൾക്ക് അതിന്റെ പൊടിപടലങ്ങൾ പുരടുമ്പോ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്കെന്റെ മുടികളെ ഞാൻ യുദ്ധത്തിന് വേണ്ടി സമ്മാനമായി സമർപ്പിച്ചു എന്ന് എനിക്ക് പറയാമല്ലോ. അതേപോലെ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമല്ലോ. അതുകൊണ്ട് എന്റെ മുടികളെ നിങ്ങൾ എന്ത് ചെയ്യണം? കയറായി ഉപയോഗിക്കണം. ഇത് നിരസിക്കരുത്. എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിവൊന്നുമില്ല. യുദ്ധം ചെയ്യാനുള്ള മൈക്ക് ഉണ്ടോ? സ്റ്റുഡിയോ മാസ്റ്റർ ഉണ്ടോ? സ്റ്റുഡിയോ മാസ്റ്റർ ആഹുജുണ്ടോ? നല്ല മൈക്ക് ഉണ്ടായാലും മതി. JTS അല്ലേ? അപ്പോ എന്റെ ഈ മുടി നിങ്ങൾ എന്ത് ചെയ്യണം? കുതിരയെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കണം. ഞാനത് പിരിച്ചു വെച്ചൊരു കയറ് പോലെ ആക്കിയിരിക്കുകയാണ്. നിങ്ങളത് കെട്ടി നിങ്ങളുടെ പടക്കുതിരകളെ കെട്ടിവെക്കാൻ നിങ്ങൾ ഉപയോഗിച്ച് യുദ്ധത്തിന് വേണ്ടി എന്റെ ഈ മുടിയെ ഞാൻ സമ്മാനമായി നൽകുകയാണ്. ഒരു കാരണവശാലും നിങ്ങളിത് നിരസിക്കരുത്. എനിക്കൊരു ചെറുപ്പക്കാരനായൊരു മകനുണ്ട്. ആ മകൻ ഹാഫിളാണ്. ആ മകൻ ദീനി മേഖലകളിൽ വിജ്ഞാനം നേടിയ ഇൽമുള്ള ഒരു ആലിമാണ്. ആ മകൻ എന്റെ ഭർത്താവ് എന്തോ ഒരു കാര്യം ഏൽപ്പിച്ചു. ആ ഒരു ദൗത്യം പൂർത്തീകരിക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് മകൻ ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ അവനെ പറഞ്ഞേക്കുമായിരുന്നു എന്ന് പറഞ്ഞ് സഹോദരി സ്ഥലം വിട്ടു. അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ, ഇസ്ലാമിൽ ഇങ്ങനെ ഒരു മുടി മുറിച്ച് യുദ്ധത്തിന് കൊടുക്കുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഷയമല്ല. ഇസ്ലാം ഇതൊരു പ്രതിഫലമുള്ള കാര്യമായി ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഏതായാലും പെണ്ണിന്റെ
ആ മാനസികമായ യുദ്ധത്തോടുള്ള താല്പര്യം പരിഗണിച്ച് ആ സഹോദരിയുടെ മുടികൾ കൊണ്ട് തന്റെ കുതിരകളെ കെട്ടി യുദ്ധത്തിലേക്ക് അദ്ദേഹം പുറപ്പെടുകയാണ്. റക്ക എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് യുദ്ധത്തിലേക്ക് അദ്ദേഹത്തിന്റെ കൂടെയുള്ള പടയാളികളും പുറപ്പെട്ടപ്പോ പിന്നാലെ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് അബൂ ഖുദാമ, അബൂ ഖുദാമ എന്ന് വിളിക്കാൻ തുടങ്ങി. അബൂ ഖുദാമ പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി, ഞാൻ ഇതാരാ വിളിക്കുന്നത് എന്ന് ഞാൻ നോക്കട്ടെ, നിങ്ങൾ കുറച്ച് നടന്നോളൂ, മുമ്പിൽ നടന്നോളൂ, ഞാൻ പിന്നെ വരാം. അങ്ങനെ നോക്കുമ്പോ മുഖം മറച്ച് നല്ലൊരു ചെറുപ്പക്കാരൻ കുതിരയിൽ വളരെ വേഗത്തിൽ കടന്നു വരികയാണ്. നിങ്ങൾ അബൂ ഖുദാമയാണോ? അതെ. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ. ഞാൻ നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരാൻ തയ്യാറായി വന്നതാണ്. നിങ്ങൾ എന്നെ ഒരിക്കലും ഒരു കാരണവശാലും നിരസിക്കാൻ പാടില്ല, തടയാൻ പാടില്ല. നിങ്ങൾ മുഖം ഒന്ന് വെളിവാക്കണം, നിങ്ങളുടെ മുഖം എനിക്ക് കാണണം. ആ മുഖം എത്ര പ്രായമുണ്ട് എന്നറിയാതെ യുദ്ധത്തിലേക്ക് നിങ്ങളെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്കൊരു 10-15 വയസ്സിന് മുകളിൽ ഒരു യോദ്ധാവായി ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ യുദ്ധത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മുഖം വെളിവാക്കണം. അദ്ദേഹം പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല. മുഖം വെളിവാക്കി നോക്കിയപ്പോ ചെറിയ സുമുഖനായ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ. 15 വയസ്സ് പൂർത്തിയായിട്ടില്ല. പറ്റൂല, നിനക്ക് ഉപ്പയില്ലേ? എന്റെ ഉപ്പ കുരിശുദ്ധത്തിൽ മരിച്ചുപോയ ആളാണ്. ഉമ്മയില്ലേ? ഉമ്മയുണ്ട്. എന്നാൽ ഉമ്മയുടെ അടുത്ത് പോയി ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യ്. ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ. കാരണം നിനക്ക് ഉമ്മയെ സേവിച്ചാൽ തന്നെ സ്വർഗം കിട്ടും എന്ന് മഹാനായ അബൂ ഖുദാമ പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ഉമ്മ എന്നെ പറഞ്ഞയച്ചതാണ്, ഒരു കാരണവശാലും തിരിച്ചു വരാൻ പാടില്ല എന്നും നിർബന്ധമായും രണാങ്കണത്തിൽ ധീരമായി പോരാടി രക്തസാക്ഷിത്വം സ്വീകരിക്കണമെന്നും പറഞ്ഞ് ഒരു കാരണവശാലും ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചതാണ് എന്റെ മാതാവ്. അങ്ങനെയാണോ? ഇന്നലെ രാത്രി നിങ്ങൾക്കൊരാൾ ഒരു സമ്മാനം തന്നില്ലയോ? ആ ഉമ്മയുടെ മകനാണ് ഞാൻ. സമ്മാനമോ? അതെ, ഇത്രയും പെട്ടെന്ന് നിങ്ങളത് മറന്നുപോയോ? ഇന്നലെ രാത്രി മുടികൾ കൊണ്ട് കയറുണ്ടാക്കി നിങ്ങൾക്കൊരു സമ്മാനം തന്ന ഉമ്മയെ കുറിച്ച് ഓർമ്മയില്ലേ? മഹാനായ അബൂ ഖുദാമ തങ്ങൾക്ക് വളരെ വിഷമം തോന്നി. പടച്ചോനെ, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ, സുന്ദരനും സുമുഖനുമായ 15 വയസ്സ് പോലും തികയാത്തൊരു ചെറുപ്പക്കാരനെ യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുകയോ? ആ ഉമ്മയെ ഓർത്ത് വേദനിക്കുകയാണ്. എന്റെ ഉമ്മ പറഞ്ഞത്, എന്റെ പിതാവ് പോയ വഴിയെ കുരിശുകാരുമായി ധീരമായി പോരാടി രക്തസാക്ഷിത്വം വഹിക്കണം, തിരിച്ചു വരരുത് എന്നാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്നെ തിരിച്ചയക്കരുത്. നിർബന്ധിതനായി അബൂ ഖുദാമത്ത് ശാമി ചെറുപ്പക്കാരനെ യുദ്ധക്കളത്തിലേക്ക് തയ്യാറായി സ്വീകരിക്കുകയാണ്. നോക്കുമ്പോ വലിയ ആവേശമുള്ള ചെറുപ്പക്കാരൻ, നന്നായി കുതിര ഓടിക്കുന്ന, കുതിരസവാരി നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. നല്ല ഉന്മേഷവും ആവേശവും ഉണ്ട്. യാത്രയിലുടനീളം അവർക്ക് വലിയ താല്പര്യം തോന്നി ചെറുപ്പക്കാരനോട്. യാത്ര കഴിഞ്ഞു, രണാങ്കണത്തിലെത്തി, യുദ്ധഭൂമിയിലെത്തി. എല്ലാവരും താമസിച്ചു. എല്ലാവരും വിശ്രമിക്കുമ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ വിശ്രമിച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഞാൻ പാചകം ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഞാൻ പാചകം ചെയ്ത് കൊണ്ടുവരാം, നിങ്ങൾ വിശ്രമിച്ചോളൂ. അങ്ങനെ പാചകം ചെയ്യാൻ പോയി. അടുപ്പുണ്ടാക്കി, അതിലേക്കൊരു തളിക വെച്ചു, തീ കത്തിച്ചു. ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കെ ക്ഷീണം കൊണ്ട് ആ ചെറുപ്പക്കാരൻ അതിന്റെ തൊട്ടടുത്ത് കിടന്നുറങ്ങുകയാണ്. ക്ഷീണം കൊണ്ട് പെട്ടെന്നുറങ്ങിപ്പോയി. ഭക്ഷണവും കാത്ത് അബൂ ഖുദാമയും മറ്റുള്ള ആളുകളും കാത്തിരിക്കുകയാണ്. എവിടെ ഭക്ഷണം? അബൂ ഖുദാമ അവരോടൊന്നും പറയാതെ ചെറുപ്പക്കാരന്റെ സമീപത്തേക്ക് വന്നു. നോക്കുമ്പോ ചെറുപ്പക്കാരൻ ഉറങ്ങുകയാണ്. ചെറുപ്പക്കാരന്റെ ഉറക്കിനെ ബുദ്ധിമുട്ടിക്കുന്നത് വേണ്ട എന്ന് വിചാരിച്ച്, ശല്യപ്പെടുത്തുന്നത് വേണ്ട എന്ന് വിചാരിച്ച് അബൂ ഖുദാമ ചെറുപ്പക്കാരനെ വിളിക്കാതെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അത് പൂർത്തിയാക്കാനും അത് ഭംഗിയായി നിർവഹിക്കാനും വേണ്ടി അവിടെ തന്നെ ഇരുന്നു. നോക്കുമ്പോ ഉറക്കത്തിൽ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചിരിക്കുന്നത് കാണാനിടയായി. ഉറക്കത്തിൽ ഇങ്ങനെ ചിരിക്കുകയാണ് ചെറുപ്പക്കാരൻ. ചിരിച്ചപ്പോ അബൂ ഖുദാമ ചെറുപ്പക്കാരനെ വിളിച്ചു, എന്താ നിങ്ങൾ ചിരിച്ചത്? അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് ഞാനും എന്റെ റബ്ബുമായിട്ടുള്ള ഒരു വിഷയമാണ്, ദയവ് ചെയ്ത് ഇടപെടരുത്. ഇല്ല, നിങ്ങൾ നിർബന്ധമായിട്ടും പറയണം നിങ്ങൾ ചിരിക്കാനുള്ള കാരണം എന്ത് എന്ന്.
അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഞാനൊരു സ്വപ്നം കാണാനിടയായി. ഇന്നഹു ഖദ് ഖാമത്തിൽ ഖിയാമ, ഖിയാമത്ത് നാൾ അടുത്തു. ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സ്വർഗ്ഗക്കാരനായി. സ്വർഗ്ഗത്തിലിരിക്കുമ്പോഴാണ് അല്ലാഹു തആല മനോഹരമായൊരു കൊട്ടാരം എനിക്ക് കാണിച്ചു തരുന്നത്. സ്വർണമാണതിന്റെ ചുമരുകൾ. ചുമരുകൾക്കിടയിൽ രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും ഉപയോഗിച്ചിട്ടാണ് അതിനെ അലങ്കരിച്ചിട്ടുള്ളത്. മനോഹരമായ കൊട്ടാരത്തിലേക്ക് ഞാൻ വളരെ താല്പര്യത്തോടെ കയറുമ്പോഴാണ് അതിന്റെ 2 ഭാഗങ്ങളിൽ 2 സുന്ദരികളായ സഹോദരിമാരെനിക്ക് കാണാനിടയായത്. അവരകത്തേക്ക് കയറാൻ പറഞ്ഞു. അകത്തേക്ക് കയറുമ്പോൾ ഇതിനേക്കാളും മനോഹരമാണ് അകത്ത്. അകത്തുണ്ട് ഒരു പെണ്ണ്. ഈ 2 ആളുകൾ പറയാണ്, സൗജുൽ മർളിയ, മർളിയയുടെ ഭർത്താവാണിത്, മർളിയയുടെ ഭർത്താവാണിത്. ആരാണ് മർളിയ? നോക്കുമ്പോ അകത്തൊരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച പോലും പോകുമായിരുന്നു. അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ, അള്ളാഹു എന്റെ കാഴ്ചശക്തി നിലനിർത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ ഈ കാഴ്ചശക്തി പോകുവാൻ മാത്രം സൗന്ദര്യമായിരുന്നു ആ പെണ്ണിനുണ്ടായിരുന്നത്. പെണ്ണിന്റെ സൗന്ദര്യം കണ്ടു ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? പെണ്ണ് പറഞ്ഞു, അനലക്കി വ അനലക വ അൻസലി, ഞാൻ നിന്റേതാണ്, നീ എന്റേതാണ്, ഞാൻ നിന്റെ ഭാര്യയാണ്, സ്വർഗ്ഗത്തിലെ ഭാര്യ. അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വ സൗജൻ ഖൈറൻ മിൻ സൗജിഹി. അല്ലാഹുവേ, വീടിനേക്കാളും നല്ല വീട് നീ ഖബറിടത്തിൽ നൽകണേ എന്ന്, ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിടത്തിൽ നൽകണേ എന്നല്ലേ നമ്മൾ ദുആ ചെയ്യുന്നത്. ഇദ്ദേഹം സ്വപ്നം കാണുകയാണ്. സൗജുൽ മർളിയ, മർളിയ എന്ന് പറയുന്ന പെണ്ണ്. ആ പെണ്ണ്, ഞാൻ നിന്റേതാണ്, നീ എന്റേതാണ്. അത് കണ്ടപ്പോ എനിക്ക് ആ പെണ്ണിനെ ഒന്ന് അടുപ്പിക്കണമെന്ന് തോന്നി, നെഞ്ചോട് ചേർക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കൈ നീട്ടിയപ്പോ പെണ്ണ് പറയാണ്, സമയമായിട്ടില്ല, നീ എന്റേത് തന്നെയാണ്, പക്ഷെ സമയമായിട്ടില്ല. നാളെ ളുഹ്ർ കഴിഞ്ഞാലാണ് നീ എന്റേതായി മാറുന്നത്. സൗണ്ട് ഉണ്ടെങ്കിൽ കൂട്ടിക്കോളിയേ, മോണിറ്റർ മൊത്തം സൗണ്ട് ഉണ്ടെങ്കിൽ കൂട്ടിക്കോളി. നീ ളുഹ്ർ നിസ്കരിച്ചാലാണ് നീ എന്റേതായി മാറുന്നത്, ളുഹ്ർ നിസ്കാരം വരെ നീ എന്റേതല്ല എന്ന് ആ സഹോദരി പറഞ്ഞപ്പോ അദ്ദേഹം പെട്ടെന്ന് തന്റെ ഉറക്കത്തിൽ നിന്നുണരുകയാണ്. ഇതാണ് ഞാൻ എന്റെ സ്വപ്നം കണ്ടത് എന്ന് മഹാനായ അബൂ ഖുദാമയോട് പറഞ്ഞപ്പോ അബൂ ഖുദാമ ദുആ ചെയ്യുകയാണ്, അല്ലാഹു ഖൈർ ചെയ്യട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അങ്ങനെ ദുആ ചെയ്ത് പിറ്റേ ദിവസമായി എല്ലാവരും രണാങ്കണത്തിലേക്ക് ഇറങ്ങി. ശത്രുക്കൾ ഒരുപാട് ആളുകൾ മലവെള്ളപ്പാച്ചിൽ പോലെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോ മുസ്ലിമീങ്ങളിൽ നിന്ന് ആദ്യമായി രണാങ്കണത്തിലേക്ക് ഇറങ്ങിയത് ഈ ചെറുപ്പക്കാരനാണ്. 15 വയസ്സ് പോലും തികയാത്ത സുന്ദരനായ ചെറുപ്പക്കാരനാണ് ആദ്യമായി രണാങ്കണത്തിലേക്ക് ഇറങ്ങിയത്. വെറും വാശിയോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടുകയാണ്. ഒരുപാട് ആളുകളെ എരിഞ്ഞു വീഴ്ചുകയാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ പോയി. അബൂ ഖുദാമ പറയാണ്, ഞാൻ ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ പോയി ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ടെന്റിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം. നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ, യുദ്ധത്തിന്റെ ചതികളെ കുറിച്ച് നിങ്ങൾക്കറിയില്ല, യുദ്ധത്തിലുള്ള ചതികളെ കുറിച്ച്, വഞ്ചനയെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. 100 കണക്കിന് ആളുകൾ നിങ്ങളെ വളഞ്ഞ് ആക്രമിക്കാൻ നിന്നാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പിന്തിരിഞ്ഞ് പോകണമെന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ അബൂ ഖുദാമയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാനാണോ? യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അള്ളാഹു നൽകുന്ന ശിക്ഷ നിങ്ങൾക്കറിയില്ലേ? വൻദോഷങ്ങളിൽ പെട്ടതല്ലേ യുദ്ധത്തിൽ നിന്ന് യുദ്ധങ്ങളിൽ നിന്ന് പിന്തിരിയുന്നത് വൻദോഷങ്ങളിൽ പെട്ടതല്ലേ എന്ന് പറഞ്ഞ അദ്ദേഹം ധീരമായി പോരാടുകയാണ്. അങ്ങനെ പരസ്പരം ആളുകളെ തിരിച്ചറിയാതെ പിടിപടലങ്ങൾ പുരണ്ട് ധീരമായ യുദ്ധം നടന്ന് യുദ്ധം അവസാനിച്ച് മുസ്ലിമീങ്ങൾ വിജയിച്ചപ്പോ അബൂ ഖുദാമ ഈ ചെറുപ്പക്കാരനെ തേടി, എവിടെയാണ് ചെറുപ്പക്കാരനുള്ളത്, മരിച്ചുപോയോ അല്ല ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ രണാങ്കണത്തിൽ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. തെരഞ്ഞു നടക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നത്, നിങ്ങൾ അബൂ ഖുദാമയെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ? അബൂ ഖുദാമ നോക്കി, ചെറുപ്പക്കാരന്റെ മുഖം തിരിച്ചറിയുന്നില്ല.
മുഖത്താകെ വെട്ടുകളുണ്ട്, കൈകാലുകൾ നിറയെ വെട്ടാണ്, ശരീരമാസകലം ചോര നിറഞ്ഞു കിടക്കുകയാണ്. ചെറുപ്പക്കാരൻ ഏത് എന്നറിയുന്നില്ല. സൂക്ഷ്മമായി നോക്കിയപ്പോ, ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോ ചെറുപ്പക്കാരനെ തിരിച്ചറിഞ്ഞു. ഞാൻ അബൂ ഖുദാമയാണെന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പറയാണ്, അബൂ ഖുദാമ, അബൂ ഖുദാമ, ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അർലിയ എന്ന് പറയുന്ന സൂര്യനെ പോലും വെല്ലുന്ന പ്രകാശത്തിന്റെ ഉടമയായ, സൗന്ദര്യത്തിന്റെ പ്രതീകമായ ഭാര്യയെ ലഭിക്കാൻ ഞാനിതാ തയ്യാറായിരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. പോയിട്ട് എന്റെ ഉമ്മയോട് പറയണം, ഈ മകൻ ധീരമായി രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് പറയണം. ഉമ്മ അത് വിശ്വസിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് എന്റെ ശരീരത്തിലുള്ള ഈ കുപ്പായം, ചോര പുരണ്ട കുപ്പായം എന്റെ ഉമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു. അബൂ ഖുദാമ റഖ എന്ന് പറയുന്ന നാട്ടിലേക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഏത് വീട് ഏതാണെന്നറിയില്ല. അങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ വീടിന്റെ പുറത്ത് 7 വയസ്സുകാരിയായ ഒരു പെണ്ണിനെ കാണാനിടയായി. ആ പെണ്ണ് വരുന്ന വഴിയിൽ വരുന്ന ആളുകളോടൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് വരുന്നവരാണോ? അതെ. എന്റെ ആങ്ങളെ കണ്ടിട്ടുണ്ടോ? ആരും ഉണ്ടെന്നില്ല. ആരാണ് ആങ്ങള എന്ന് ആർക്കാണ് അറിയുക? 4 ആളുകളോട് ചോദിച്ചപ്പോ മഹാനായ അബൂ ഖുദാമ വീട്ടിലേക്ക് ചെന്നു. അല്ല മോളെ, ഉമ്മയില്ലേ എന്ന് ചോദിച്ചു. ഉമ്മയുണ്ട്. ഉമ്മയോട് പറയേ, അബൂ ഖുദാമയാണ്, അബൂ ഖുദാമയാണ് എന്നറിഞ്ഞപ്പോ അകത്ത് നിന്ന് ആ സഹോദരി ചോദിക്കുകയാണ്, സന്തോഷ വാർത്തയായിട്ടാണോ വന്നത്, അല്ല ദുഃഖവാർത്തയായിട്ടാണോ വന്നത്? അബൂ ഖുദാമ ചോദിച്ചു, എന്ത് വാർത്ത തന്നാലാണ് നിങ്ങൾക്ക് സന്തോഷം തോന്നുക? ഏത് വിവരം തന്നാലാണ് നിങ്ങൾക്ക് ദുഃഖവാർത്തയാവുക? അപ്പോഴാണ് ആ മാതാവ് പറയുന്നത്, എന്റെ മകൻ യുദ്ധക്കളത്തിൽ വെച്ച് പടപൊരുതി അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്ത. മരിക്കാതെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖവാർത്തയാണ് എന്ന് പറഞ്ഞപ്പോ ഈ സഹോദരൻ മഹാനായ അബൂ ഖുദാമ ഇദ്ദേഹത്തിന്റെ കുപ്പായം ഈ സഹോദരിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. 7 വയസ്സുകാരിയായ ഈ കുഞ്ഞുമോൾക്ക് തന്റെ ആങ്ങളെ മരിച്ചു എന്നറിഞ്ഞപ്പോ ഉപ്പ മരിച്ച വേദന പോലും തീരാത്ത ഈ കുഞ്ഞ് തന്റെ ആങ്ങളെ പോലും മരിച്ചു എന്നറിഞ്ഞപ്പോ അവിടെ തന്നെ ബോധം കെട്ട് വീണ് മരിച്ചുപോയി എന്നും ഉമ്മ ഇത് കണ്ടൊരുപാട് വെള്ളം ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് മുഖത്തേക്ക് കുടഞ്ഞപ്പോ എണീക്കാതെ വന്നപ്പോ ഉമ്മയും തന്റെ കുപ്പായവുമായി അകത്തേക്ക് ചെന്നു. ഒരുപാട് സമയം കഴിഞ്ഞ് തിരിച്ചു വരാതെ അബൂ ഖുദാമ വിളിക്കുമ്പോ ഉമ്മ മറുപടി പറയുന്നില്ല. അകത്തേക്ക് പോയി നോക്കുമ്പോ ആ ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. മഹാനായ ഇബ്നുൽ ജൗസി തന്റെ കിതാബിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണിത്. അബൂ ഖുദാമ തന്റെ ജീവിതത്തിൽ കണ്ട ഒരു യാഥാർത്ഥ്യമാണിത്, ഒരു അത്ഭുതമാണിത്. നല്ലൊരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ വളരെ ചെറുപ്പത്തിലെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്തപ്പോ ആ ചെറുപ്പക്കാരനെ കാത്തിരിക്കുന്നത് അള്ളാഹു പറയാണ്, വളരെ മനോഹരമായ സ്വർണ്ണച്ചാലുള്ള കൊട്ടാരങ്ങൾ, വളരെ മനോഹരമായ പവിഴങ്ങളും മുത്തുകളും രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച കൊട്ടാരങ്ങൾ. ആ കൊട്ടാരത്തിനകത്ത് വളരെ സുന്ദരിയായ ഒരു ഭാര്യയെ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ദുഃഖിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. മരിച്ചു പോകുന്ന ആളുകൾക്ക് എന്തിനാണ് ദുഃഖം, എന്തിനാണ് പേടി? ഇവിടെ നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ കബറിടത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലാഹുമ്മ അബ്ദിൽഹു സൗജൻ ഖൈറൻ മിൻ സൗജിഹി, അല്ലാഹുവേ നമ്മുടെ ഭാര്യയെക്കാളും അവരുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യയെ നൽകണമെന്നല്ലേ. ഇനി പെണ്ണാണ് മരിച്ചു പോകുന്നതെങ്കിൽ പള്ളിയിൽ വെച്ച് എല്ലാവരും ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ അബ്ദിൽഹു സൗജൻ ഖൈറൻ മിൻ സൗജിഹി, അല്ലാഹുവേ ഭർത്താവിനേക്കാളും നല്ല ഭർത്താവ് നൽകണമെന്നല്ലേ. നാട്ടിലുള്ള ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവ് കബറിലുണ്ടെങ്കിൽ, നാട്ടിലുള്ള ഭാര്യയെക്കാളും നല്ല ഭാര്യ നമ്മുടെ കബറിലുണ്ടെങ്കിൽ പിന്നെ എന്തിന്റെ പേരിലാണ് നമ്മൾ കബറിലേക്ക് പോകുന്നതിനെ പേടിക്കുന്നത്? എന്തിന്റെ പേരിലാണ് നമ്മൾ ദുഃഖിക്കുന്നത്? ധൈര്യമായി പുഞ്ചിരിയോടെ മരണം നേരിട്ട് കബറിലേക്ക് കടന്നു പോകാലോ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഉസൈരിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മഹാനായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുത വെച്ച് നടക്കുന്ന ആളായിരുന്നു. ഒരു യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് അനുകൂലമായി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഒരു വാൾ അദ്ദേഹത്തിന് സമ്മാനമായി നൽകി. ആ വാളുമായി രണാങ്കണത്തിൽ
രണാങ്കണത്തിലേക്ക് ചെന്നു. ധീരമായി പോരാടി രക്തസാക്ഷിത്വം വഹിച്ചപ്പോ ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് ഒരുപാട് വെട്ടുകളും കുന്തങ്ങൾ കൊണ്ടുള്ള ഏറിന്റെ പാടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആ യുദ്ധക്കളത്തിൽ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പക്കാരന് ആ സഹോദരനെ മറമാടാൻ വേണ്ടി തയ്യാറായി. ഒരു നിസ്കാരം പോലും ആ ചെറുപ്പക്കാരൻ നിസ്കരിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരു നിസ്കാരം പോലും, ഒരു സുജൂദ് പോലും ചെയ്യാത്തൊരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറമാടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ നബി തങ്ങൾ പെട്ടെന്ന് കബറിടത്തിൽ നിന്ന് മാറി നിന്നു. അപ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, എന്റെ നബിയെ നിങ്ങൾ പെട്ടെന്ന് കബറിടത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം? ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഹൂറുല്ലീങ്ങളായ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടി രക്തസാക്ഷിത്വം വഹിച്ചതിന്റെ പേരിൽ ഖബറിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി ഹൂറുല്ലീങ്ങളായ ഒരുപാട് ആളുകൾ കടന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ കഫം കൂടെ മാറ്റുന്നത് ഞാൻ കാണാനിടയായി, അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഗസീലുൽ മലായിക എന്ന് പറയുന്ന മഹാനായ ഹൻളല റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്ത് ചെയ്തു? രാത്രി തന്റെ ഭാര്യയുമായി കിടപ്പറ പങ്കിടുമ്പോഴാണ് യുദ്ധത്തിന്റെ വിളിയാളം കേൾക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വിളിയാളം കേട്ടപ്പോ ജനാബത്ത് കുളിക്കാൻ പോലും തയ്യാറാവാതെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി. എന്നിട്ട് ധീരമായി പോരാടി അവിടെ രക്തസാക്ഷിത്വം വഹിച്ചപ്പോ അദ്ദേഹത്തെ എവിടെയാണോ അദ്ദേഹത്തിന്റെ മയ്യിത്തുണ്ടായിരുന്നത് അവിടെ വെള്ളത്തിന്റെ പാടുകൾ കണ്ടു. അദ്ദേഹം ജനാബത്തുകാരനായിരുന്നു. മലക്കുകളാണ് അദ്ദേഹത്തെ കുളിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഖബറിൽ വെച്ച് മറമാടുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് വിരലിൽ ഊന്നിയിട്ടാണ് നടന്നത്. അപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചില്ലയോ, എന്റെ നബിയെ നിങ്ങൾ ഇങ്ങനെ വിരലിൽ ഊന്നി, കാലിന്റെ വിരലിൽ ഊന്നി നടക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവിടെ മലായികകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിരലിൽ ഊന്നി നടക്കുന്നത്. അതുപോലെ ഒരുപാട് ഹൂറുൽ ഈങ്ങളാ ഖബറിടത്തിലുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞെങ്കിൽ, അല്ലാഹുമ്മ അബ്ദിൽഹു സൗജൻ ഖൈറൻ മിൻ സൗജിഹി, അല്ലാഹുവേ ഇയാളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ നീ ഖബറിൽ നൽകണേ അല്ലാഹ്, ഇയാളുടെ ഭർത്താവിനെക്കാളും നല്ല ഭർത്താവിനെ നീ ഖബറിൽ നൽകണേ എന്ന് ദുആ ചെയ്യുമ്പോ ഇവിടെ അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ച് തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കണ്ണുകളെ ഹറാം കാണാതെ അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞുകൊണ്ട് രാത്രി അല്ലാഹുവിന് വേണ്ടി ഉറക്കൊഴിക്കാൻ തയ്യാറായി നമ്മുടെ കണ്ണുകളെ അല്ലാഹുവിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചാൽ, നമ്മുടെ അവയവങ്ങളെ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് ഇത്തരം ഖബറിടങ്ങളാണ് അല്ലാഹു നമ്മൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ അബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, അല്ലാഹുവേ ഇയാളുടെ നാട്ടിലുള്ള കുടുംബക്കാരെക്കാളും നല്ല കുടുംബക്കാരെ നൽകണേ അല്ലാഹ്. വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി, അല്ലാഹുവേ അയൽവാസികളെക്കാളും നല്ല അയൽവാസിയെ നൽകണേ അല്ലാഹ്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ രാവിലെ സുബഹി നിസ്കാരത്തിന്റെ മുമ്പേ തഹജ്ജുദ് നിസ്കാരത്തിന് ഉണർന്ന് സുബഹി നിസ്കാരത്തിന്റെ മുമ്പേ 5:30 മണിക്കാണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ മിനിമം ഒരു 5 മണിക്കെങ്കിലും എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് സുബഹി നിസ്കാരം വരെ, സുബഹിന്റെ ബാങ്കിന്റെ വിളിയാളം കേൾക്കുന്നത് വരെ ദുആ ചെയ്തിട്ട് അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന സമയമാണല്ലോ അത്. അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്ന സമയമാണത്. യൻസിലു റബ്ബുനാ തബാറക വതആല ഇലാ സമാഇദ് ദുനിയ, ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു തആല ഇറങ്ങി വന്നിട്ട് ഹൽ മിൻ ദാഇൻ, ആർക്കെങ്കിലും ദുആ ചെയ്യാനുണ്ടോ, ഞാൻ ഉത്തരം തരാമെന്ന് പറയുന്ന സമയമാണത്. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആർക്കെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലാനുണ്ടോ, പൊറുക്കലിന് തേടാനുണ്ടോ, ഞാൻ പൊറുത്തു തരാമെന്ന് പറയുന്ന സമയമാണത്. ഹൽ മിൻ സായിലിൻ ഫഉതിയ, ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ, ഞാൻ തരാമെന്ന് പറയുന്ന സമയമാണത്. ഏത് സമയം? സുബഹി നിസ്കാരത്തിന്റെ അല്പം മുമ്പുള്ള സമയം, അഥവാ തഹജ്ജുദിന്റെ സമയം. ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വന്നിട്ട് എന്ത് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്ന, ദുആയിനെ തള്ളിക്കളയാത്ത, ദുആയിനെ നിരസിക്കാത്ത സമയത്ത് അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റ്
സുബഹി നിസ്കാരം വരെ, സുബഹിയുടെ ബാങ്കിന്റെ വെളിയാളം വരെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തായി സുബഹി നിസ്കാരം നിർവഹിച്ച് അത് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാതെ ദിക്റിലായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ സൂര്യൻ ഉദിക്കുന്ന സമയമായാൽ ഒരു 2 റക്അത്ത് സുന്നത്തും കൂടി നിസ്കരിച്ചാൽ എല്ലാ ദിവസവും പരിപൂർണമായ ഉംറയുടെ പ്രതിഫലമല്ലയോ അള്ളാഹു നമ്മൾക്ക് നൽകുന്നത്? ഉംറയുടെ പ്രതിഫലം അള്ളാഹു നൽകാൻ എങ്ങനെ? സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ എവിടെയാണോ നിസ്കരിച്ചത് അവിടെ ഇരുന്ന് സൂര്യൻ ഉദിച്ചാൽ 2 റക്അത്ത് ഇശ്റാഖിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പം അങ്ങനെ ഒരു ദിവസം നമ്മൾ തുടങ്ങാണ്. തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്ത് സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാതെ പരിശുദ്ധ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് തുടങ്ങുകയാണ് നമ്മുടെ ഒരു ദിവസം. ഒരു ഉംറയുടെ പ്രതിഫലം കിട്ടി, പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം കിട്ടി. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് സമയം കഴിഞ്ഞാൽ ദുഹായുടെ സമയമായി. അതും നിസ്കരിച്ച് ളുഹർ നിസ്കരിച്ച് മുമ്പും ശേഷമുള്ള സുന്നത്ത്, അസർ നിസ്കരിച്ച് അസറിന്റെ മുമ്പുള്ള സുന്നത്ത്, മഗ്രിബ് നിസ്കരിച്ച് മഗ്രിബിന്റെ ശേഷമുള്ള ഇശാഇന്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള വളരെ വിലപ്പെട്ട സമയം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ, 100 കണക്കിന് ഇസ്തിഗ്ഫാറുകൾ ചെല്ലാൻ, 100 സ്വലാത്ത് ചെല്ലാൻ സമയം ഉപയോഗിച്ച് വളരെ വേഗത്തെ കിടന്നുറങ്ങുന്ന ഈ ഒരു ചിട്ടയാണ്, ഈ ഒരു ശൈലിയാണ് നമ്മുടെ ഒരു ദിവസത്തെ ഒരു ജീവിതമെങ്കിൽ ഇതേപോലെ എല്ലാ ദിവസവും നമ്മൾ മുന്നോട്ട് പോയി ആരോടും പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും ചൊടിയില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വീടിനേക്കാൾ നല്ല വീട് നമ്മൾക്ക് ഖബറിൽ പ്രതീക്ഷിക്കാം, ഭാര്യയേക്കാൾ നല്ല ഭാര്യ ഖബറിൽ പ്രതീക്ഷിക്കാം, ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവ് ഖബറിൽ പ്രതീക്ഷിക്കാം, മക്കളെക്കാൾ നല്ല മക്കള്, അയൽവാസികളെക്കാൾ നല്ല അയൽവാസികൾ, കുടുംബക്കാരെക്കാൾ നല്ല കുടുംബം, ഇതെല്ലാം നമ്മുടെ ഖബറിൽ പ്രതീക്ഷിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞൊരു സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്ത് വളരെ നേരത്തെ കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടായി. എന്നിട്ട് എല്ലാ ദിവസവും നമ്മുടെ ചിട്ട ഇതാണ്. തഹജ്ജുദിനാണ് നമ്മൾ ഉണരുന്നത്. സുബഹി ബാങ്കിന്റെ അരമണിക്കൂർ മുമ്പാണ് നമ്മൾ ഉണരുന്നത്. സുബഹി ബാങ്ക് കഴിഞ്ഞാൽ ജമാഅത്തായി നിർവഹിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ കിടന്നുറങ്ങുന്നില്ല. സൂര്യൻ ഉദിച്ചാൽ ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, 20 മിനിറ്റ് കഴിഞ്ഞാൽ 4 റക്അത്ത് ദുഹാ, പിന്നെ ളുഹർ മുമ്പും ശേഷമുള്ള സുന്നത്ത്, അസർ മുമ്പുള്ള സുന്നത്ത്, മഗ്രിബ് മുമ്പും ശേഷമുള്ള സുന്നത്ത്, ഇശാ മുമ്പും ശേഷമുള്ള സുന്നത്ത്. എന്നിട്ട് വളരെ വേഗത്തിൽ കിടന്നുറങ്ങി ഒരാളോടും അസൂയയില്ല, ഒരാളോടും പകയില്ല, ഒരാളോടും വൈരാഗ്യമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കബറിടങ്ങളെ സ്വർഗീയമാക്കി മാറ്റാൻ നമ്മൾക്ക് സാധിക്കും. പുഞ്ചിരിയോടെ കബറിടത്തിലേക്ക് കടന്നു പോകാനും സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ, വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറഞ്ഞത്, യത്വലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. നിങ്ങളിലേക്ക് സ്വർഗ്ഗക്കാരനായ ഒരാൾ ഇതാ കടന്നു വരികയാണ്. സ്വർഗ്ഗക്കാരനായ ഒരാൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. സ്വഹാബാക്കളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു അയാൾ ആരാണെന്നറിയാൻ. നോക്കുമ്പോ ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ച് വുളൂ ചെയ്ത വെള്ളം താടിരോമങ്ങളിൽ നിന്നിട്ട് വീഴുന്ന ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അയാളാണ് സ്വർഗ്ഗക്കാരൻ. സ്വഹാബാക്കൾക്ക് കൂടുതൽ പരിചയമുള്ള ആളല്ല ഇയാൾ. രണ്ടാമത്തെ ദിവസവും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേപോലെ ക്ലാസ് എടുത്ത് വഅദ് പറയുമ്പോഴാണ്
അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് യത്വലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, നിങ്ങളിലേക്ക് സ്വർഗ്ഗക്കാരനായ ഒരാളിതാ കടന്നു വരാൻ പോവുകയാണ്. ഇന്നലത്തേതുപോലെ ഇന്നും സ്വഹാബാക്കൾ തിരിഞ്ഞു നോക്കി, ആരാണ് അയാൾ? ഇന്നലെ വന്ന അതേ വ്യക്തി ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ച് തന്റെ താടി രോമങ്ങളിൽ നിന്ന് വുളൂഇന്റെ വെള്ളമുറ്റിക്കൊണ്ട് ഒരാൾ കടന്നു വന്നു. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅദ് പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, യത്വലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരൻ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ തിരിഞ്ഞു നോക്കി. മൂന്നാമത്തെ ദിവസവും കടന്നു വന്നത് അതേ വ്യക്തിയാണ്. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്തേ ഇയാൾ സ്വർഗ്ഗത്തിലാണെന്ന് പറയാനുള്ള കാരണം, ഇയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാൻ വേണ്ടി ആ സഹോദരന്റെ പിന്നാലെ കൂടിയ ചരിത്രം നമ്മൾക്കറിയാം. വീട്ടിലേക്ക് എത്തിയപ്പോ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് അവസരം തരുമോ? ഞാൻ എന്റെ വീട്ടുകാരുമായി പിണക്കത്തിലാണ്, ഞാൻ എന്റെ വീട്ടുകാരുമായി ചൊടിയിലാണ്, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് അവസരം തരുമോ എന്ന് ചോദിച്ചപ്പോ വളരെ സന്തോഷത്തോടെ അവസരം നൽകി. രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം കിടന്നുറങ്ങുമ്പോ അബ്ദുല്ലാഹി ഇബ്നുൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങാതെ കാത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് പ്രത്യേകമായ അമലുണ്ടോ എന്നറിയാൻ, രാത്രി ഉറങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണോ എന്നറിയാൻ, രാത്രി ഉറങ്ങാതെ ഖുർആൻ ഓതുന്ന ആളാണോ എന്നറിയാൻ, രാത്രി ഉറങ്ങാതെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളാണോ എന്നറിയാൻ നോക്കുമ്പോ അദ്ദേഹം വളരെ മനോഹരമായി മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. പ്രത്യേകമായ ഒരു അമൽ അദ്ദേഹത്തിൽ കാണാനില്ല. സുബഹി നിസ്കാരത്തിന്റെ അല്പം മുമ്പേ തഹജ്ജുദിന് അയാൾ എണീറ്റു, സുബഹി നിസ്കരിച്ചു. ഒരു ദിവസം കഴിഞ്ഞു, പ്രത്യേകമായ ഒരു അമൽ കണ്ടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ദിവസവും ഇയാളെ തന്നെ നോക്കി നിന്നു. സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ ചെറുപ്പക്കാരനുള്ളത് എന്നറിയാൻ വേണ്ടി രണ്ടാമത്തെ ദിവസവും പ്രത്യേകമായ ഇബാദത്തില്ല. രാത്രി ഉറക്കൊഴിച്ചുകൊണ്ടുള്ള നിസ്കാരമോ ഖുർആനോ ഇസ്തിഗ്ഫാറോ ഇല്ല. തഹജ്ജുദ് നിസ്കരിക്കാൻ ഉണരുന്നുണ്ട്, ജമാഅത്തായി നിസ്കരിക്കാറുണ്ട്. 3 ദിവസമായി പ്രത്യേകമായ ഒരു അമല് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കാണാതിരുന്നപ്പോ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എന്നാൽ ഞാൻ ഇനി പോയിക്കോട്ടെ, ഞാൻ പോയിക്കോട്ടെ. പക്ഷേ ഞാൻ എന്റെ വീട്ടുകാരുമായി മാറി നിൽക്കാൻ മാത്രം പിണക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എന്റെ വീട്ടുകാരുമായി മാറി നിൽക്കാൻ മാത്രം തെറ്റിയിട്ടൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വഅദ് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗക്കാരൻ കടന്നു വരുമെന്ന് പറഞ്ഞപ്പോ 3 ദിവസവും കടന്നു വന്നത് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള എന്ത് അമലാണ്, എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്കുള്ളത്, അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചത് എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എനിക്ക് പ്രത്യേകമായ അമലൊന്നുമില്ല. ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്കൊരാളോടും വെറുപ്പില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും വൈരാഗ്യമില്ല, ഒരാളോടും ചൊടിയില്ല, പിണക്കമില്ല. ഞാൻ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെയാണ് എല്ലാവരോടും പെരുമാറാറുള്ളത്. ആരോടും ഞാൻ ദേഷ്യപ്പെടാറില്ല, ആരോടും ഞാൻ പിണങ്ങാറില്ല, ആരോടും ഞാൻ ചൊടിക്കാറില്ല, ആരോടും എനിക്ക് അസൂയയില്ല. എല്ലാവരെ കുറിച്ചും നല്ലതേ ഞാൻ ചിന്തിക്കാറുള്ളൂ. പോസിറ്റീവായി ചിന്തിക്കുന്ന, പോസിറ്റീവായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കണം അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ടപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്നാൽ അത് തന്നെയാണ് കാര്യം. ആരോടും വെറുക്കാത്ത മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതല്പം പ്രയാസമാണ്. ആരോടും പിണങ്ങാത്ത, വൈരാഗ്യമില്ലാത്ത, അസൂയയില്ലാത്തൊരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സൗഭാഗ്യത്തിന്റെ ഉടമയാണ്, അടയാളമാണ്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അള്ളാഹുവിന്റെ ഉഖ്റവിയായ പാരത്രികമായ ലോകത്ത് സമ്പാദ്യങ്ങൾ കൊണ്ട് യാതൊരു ഉപകാരമില്ലാത്തൊരു കാലം വരാനുണ്ട്. മക്കളെ കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട് ഉപകാരമില്ലാത്തൊരു കാലം വരാനുണ്ട്. അവിടെ രക്ഷപ്പെടുന്നത് ആരാണ്? ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം.
ആരുടെ മനസ്സാണോ നല്ല മനസ്സ്, അസൂയയില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, ആരോടും പിണക്കമില്ലാത്ത മനസ്സ് ആർക്കാണോ ഉള്ളത്, അഥവാ സംശുദ്ധമായ മനസ്സ് ആർക്കാണോ ഉള്ളത്, അവർക്കാണ് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നത് എന്ന് പറയുമ്പോ ഇൻഷാ അല്ലാഹ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസത്തെ ചിട്ട ഇങ്ങനെയായി: ആരോടും പിണങ്ങാതെ, എല്ലാവരോടും നല്ലത് മാത്രം പറഞ്ഞ്, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് നമ്മുടെ ദിവസങ്ങൾ നീക്കാൻ നമ്മൾ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മാലാക്കമാര് പറയുന്നത് പോലെ അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, വഅബ്ശിറൂ ബിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിങ്ങൾക്കുള്ളതാണ്. ഈ സ്വർഗ്ഗം കാണിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നത്. സ്വർഗ്ഗം കണ്ടുകൊണ്ടാണ് ഇത്തരം ആളുകൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്നത്. മഹാന്മാരായ സഹാബാക്കൾ, താബിഈങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വളരെ പ്രഗൽഭരായ ഉലമാക്കൾ, നേതാക്കന്മാരൊക്കെ നമ്മൾക്ക് കാണിച്ചു തന്ന വഴിയാണിത്. പുഞ്ചിരിയോടെ മരിക്കുക എന്നുള്ളത്, പുഞ്ചിരിയോടെ മടങ്ങാൻ അല്ലാഹു പഠിപ്പിച്ചു തന്ന വഴി. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, മുസ്ലിമാവുക. നമ്മളൊക്കെ മുസ്ലിമാവാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള കടമ്പ സുമ്മസ്തഖാമു, പിന്നെ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കണം. അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാവണം. തെറ്റ് വന്നാൽ ഉടനെ ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാവണം. തെറ്റ് വന്നാൽ ഉടനെ ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാവണം. ഇത്തരം ആളുകൾക്ക് പുഞ്ചിരിയോടെ അല്ലാഹുവിലേക്ക് മടങ്ങാമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. എങ്ങനെ? തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാക്കമാർ ഇറങ്ങി വരികയാണ്. അല്ലാ തഖാഫു, നിങ്ങൾക്ക് പേടി വേണ്ട. വലാ തഹ്സനു, നിങ്ങൾക്ക് ദുഃഖം വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് സ്വർഗ്ഗം കാണിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകളെ കൊണ്ടുപോകുന്നത്. ഇവർ അല്ലാഹുവിനെ കാണാൻ വളരെ താല്പര്യത്തോടെയാണ് പോകുന്നത്. പെട്ടെന്ന് കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുകയാണ്, പെട്ടെന്ന് ഖബറിൽ വെക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മുഅ്മിനീങ്ങളെ ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉള്ള സമയം മാക്സിമം ഉപയോഗിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വളരെ വേഗത്തിൽ തന്നെ പറയുന്നത്. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരുപാട് മനുഷ്യന്മാരെ നോക്കുകയുണ്ടായി, ഒരുപാട് ഒരുപാട് അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. എല്ലാ ആളുകൾക്കും ഓരോ ചങ്ങാതിമാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. സ്നേഹിതന്മാരില്ലാത്ത ആളുകളില്ല, ചങ്ങാതിമാരില്ലാത്ത ആളുകളില്ല, കാമുകന്മാരും കാമുകിമാരും ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ മനസ്സിന്റെ ഭാഗമായി തന്റെ മനസ്സിലേക്ക് ചേർത്തി വെക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾക്ക് കാണാമെന്ന് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു. അതേപോലെ നമ്മൾക്കുമുണ്ട് ഒരുപാട് ചങ്ങാതിമാർ. നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നവരാണ്, ഭാര്യയെ സ്നേഹിക്കുന്നവരാണ്, ചങ്ങാതിമാരെ സ്നേഹിക്കുന്നവരാണ്, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ ഉസ്താദുമാരെ, ഇവരിൽ പലരോടുമായി ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത അഭേദ്യമായ ബന്ധമാണ് നമ്മൾക്കുള്ളത്. എന്നാൽ ഈ സ്നേഹിതന്മാർ, ഈ ചങ്ങാതിമാരൊക്കെ എവിടം വരെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്? എത്ര കാലം നമ്മുടെ കൂടെയുണ്ടാകും? എത്ര കാലം നമ്മൾക്ക് സേവനം ചെയ്യും? എത്ര കാലം നമ്മളെ സുഖിപ്പിക്കും? എത്ര കാലം നേരം പോക്കിന് നമ്മുടെ കൂടെയുണ്ടാകും? ഏറിപ്പോയാൽ നമ്മുടെ മരണം വരെ അവർ നമ്മുടെ കൂടെയുണ്ടാകും. നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെയുണ്ടാകും. ചില ആളുകൾ മരിച്ചു എന്നറിഞ്ഞാൽ മയ്യിത്ത് കാണാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ മുഖം മറച്ചിരിക്കുന്ന ആ ഒരു തുണി മാറ്റി നോക്കി, നമ്മുടെ മുഖം നോക്കി അതേപോലെ മടക്കി വെച്ച് ചില ആളുകൾ അവരുടെ തിരക്ക് കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. എന്നാൽ ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത അത്രയും വളരെ അടുത്ത ബന്ധക്കാരായ ആളുകൾ മയ്യിത്ത് കുളിപ്പിക്കുന്നത് വരെ കാത്തു നിന്ന് ചില ആളുകൾ ജനാസ പിന്തുടർന്ന് പള്ളിയിലേക്ക് എത്തി മയ്യിത്ത് നിസ്കരിക്കാൻ നിൽക്കും. എന്നിട്ട് ചില ആളുകൾ പോകും. എന്നാൽ ചില ആളുകൾ ആ മയ്യിത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോയി മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്ക് നിന്നെ മടക്കുന്നു, ഈ മണ്ണിൽ നിന്ന് നിന്നെ ഞാൻ വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ,
ഈ മണ്ണിൽ നിന്ന് ഞാൻ നിന്നെ പുനർജനിപ്പിക്കുമെന്നുള്ള ദിക്ർ ചൊല്ലി ആ ഖബറിലേക്ക് മണ്ണ് വാരി എറിഞ്ഞ് ഖബറിൽ നിന്ന് തിരിച്ചു പോകും. ഖബറിലേക്ക് ഒരാളും കടന്നു വരില്ല. ഖബറിലേക്ക് ഒരാളും കടന്നു വരില്ല. എത്ര സ്നേഹിച്ച ഉപ്പയാണെങ്കിലും ശരി, എത്ര സ്നേഹിച്ച ഉമ്മയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ചങ്ങാതിമാരാണെങ്കിലും ഏറ്റവും അടുത്ത ചങ്ങാതിമാരാണെങ്കിലും ഒരാളും നമ്മുടെ ഖബറിലേക്ക് കടന്നു വന്ന് നമ്മുടെ കൂടെ കിടക്കാൻ തയ്യാറാവൂല. മറമാടലോടുകൂടി എല്ലാവരും അകലുകയാണ്. അന്നു മുതൽ ഞാൻ ആലോചിച്ചു, ഈ ചങ്ങാതിമാരെ കൊണ്ട് എനിക്ക് ഉപകാരമില്ല എന്ന്, ഈ സ്നേഹിതന്മാരെ കൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല എന്ന്, ഈ കുടുംബക്കാരെ കൊണ്ട് എന്ത് നേട്ടമാണ് എനിക്കുള്ളത്? ഖബർ എന്ന് പറയുന്നത് അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ബർസഖിയായ പാരത്രിക ലോകത്തെ ആദ്യത്തെ വീടല്ലയോ ഖബർ. അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂടെ വരുന്നവനല്ലേ യഥാർത്ഥ ചങ്ങാതി. അവിടെ ഇരുട്ടറയാകുമ്പോൾ പ്രകാശിപ്പിക്കുന്നവനല്ലേ യഥാർത്ഥ ചങ്ങാതി. അവിടെ ഇടുങ്ങുമ്പോൾ വിശാലമാക്കുന്നവനല്ലേ യഥാർത്ഥ ചങ്ങാതി. നേരം പോക്കിന് വേണ്ടി കൂടെ ഇരുന്നിട്ട് ഖിയാമത്ത് നാൾ വരെ സമയം ചെലവഴിക്കാൻ വേണ്ടി എന്റെ കൂടെ കടന്നു വരുന്നവരല്ലേ യഥാർത്ഥ ചങ്ങാതി. അതുകൊണ്ട് എന്റെ കൂടെ ഖബറിലേക്ക് കടന്നു വന്നിട്ട് ആരൊക്കെയാണ് എന്നെ ഖബറിടത്തിൽ വെച്ച് എന്നെ സുഖിപ്പിക്കുന്നത്, ആ ആളുകൾ മാത്രം മതി എനിക്ക് ചങ്ങാതിമാരായി. ഖബറിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരാളും എനിക്ക് ചങ്ങാതി വേണ്ട എന്നൊരു തീരുമാനമെടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഖബറിലേക്ക് കടന്നു വരുന്ന ചങ്ങാതിമാരൊക്കെയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി. എല്ലാവരും ഖബറിടം വരെ കടന്നു വന്നിട്ട് ഖബറിടത്തിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോകുമ്പോ ഖബറിടത്തിലേക്ക് വരുന്ന ചങ്ങാതിമാർ ആരൊക്കെയാണ് എന്ന്, ബഅദ മൗതിഹി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖബറിടത്തിലേക്ക് കടന്നു പോകുന്ന ചില കൂട്ടുകാരുണ്ട്, ചില ചങ്ങാതിമാരുണ്ട്. അവരാരൊക്കെയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, ഇൽമൻ അല്ലമഹു വനശറ, നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത ഇൽമ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഇൽമ്, ജനങ്ങൾക്ക് വാദ പറഞ്ഞു കൊടുത്തത്, മദ്രസയിൽ വെച്ച് ക്ലാസ് എടുത്തു കൊടുത്തത്, പള്ളിയിൽ വെച്ച് ക്ലാസ് എടുത്തു കൊടുത്തത്, പരസ്പരം കാണുമ്പോൾ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തത്, സോഷ്യൽ മീഡിയകളിൽ വാദകൾ നമ്മൾ അപ്ലോഡ് ചെയ്തത്. സോഷ്യൽ മീഡിയകളിൽ ഓൺലൈനിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത നമ്മുടെ വാദകൾ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുന്ന ചങ്ങാതിമാർ. നമ്മുടെ സംഘാടകർ, നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ മദ്രസയെ പുനർനിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വലിയൊരു സുവർണാവസരമാണ്. ഖബറിലേക്ക് കടന്നു വരാനുള്ള വലിയൊരു മുതൽക്കൂട്ടാണത്. ഖബറിലേക്ക് കടന്നു വരാനുള്ള വലിയൊരു ചങ്ങാതിയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ ഇനി പുനർനിർമ്മിക്കാനുള്ള നമ്മുടെ മദ്രസ. കാരണം ആ മദ്രസയിലേക്ക് 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇൽമ പഠിക്കുമ്പോ എത്ര കുട്ടികളുണ്ട് ഇവിടെ? ഏകദേശം എത്ര ഉണ്ടാവും മദ്രസയിൽ? 240 കുട്ടികൾ എന്ന് പറഞ്ഞാല് അതില് ഭൂരിഭാഗം ഏകദേശം ഒരു പകുതി 5 രാത്രി ഉണ്ട് മദ്രസ, പകലല്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു 6:30 മണിക്ക് നമ്മുടെ മദ്രസ തുടങ്ങുമ്പോ ഫാത്തിഹ ഓതി പാരായണം ചെയ്ത് നമ്മുടെ മദ്രസ തുടങ്ങുകയാണ്. 240 വിദ്യാർത്ഥികളുടെ ഫാത്തിഹയുടെ പ്രതിഫലം മരിച്ചു കിടക്കുന്ന നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുന്ന കൂട്ടുകാരാണ്. 240 വിദ്യാർത്ഥികൾ ആദ്യത്തെ അരമണിക്കൂർ, ആദ്യത്തെ പീരീഡ് ചെലവഴിക്കുന്നത് ഖുർആൻ ഓതാനാണ്. ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ദിവസവും 240 വിദ്യാർത്ഥികളുടെ ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് ഡെയിലി ദിവസവും കടന്നു വരുന്ന ഒരു കൂട്ടുകാരനാണ്. നമ്മുടെ മദ്രസ നിർമ്മിക്കാൻ നമ്മൾ സഹായിച്ചാൽ എത്രയാണോ നൽകുന്നത് അതിനനുസരിച്ചിട്ടാണ് അത് അദ്ആഫൻ മുളാഫയായി വരിക. 240 എന്ന് പറഞ്ഞാൽ 240 അല്ല, അവരൊരു ഹർഫ് ഖുർആൻ ഓതുമ്പോൾ 10 ഹസനത്ത് ഓൾറെഡി നമ്മൾക്ക് കിട്ടുകയാണ്. എന്നാൽ നമ്മൾ നൽകുന്ന സദഖ നമ്മുടെ വരുമാനത്തിന്റെ ഭീമമായൊരു തുകയാണെങ്കിൽ, കോടിക്കണക്കിന് വരുമാനമുള്ളവൻ 1 ലക്ഷം കൊടുത്താൽ അവന് കിട്ടുന്ന ഓഹരിയും, ആകെ 10,000 വരുമാനമുള്ളവൻ 100 രൂപ കൊടുത്താൽ അവന് കിട്ടുന്ന ഓഹരിയും സമമാണ്.
അതിൽ യാതൊരു വ്യത്യാസമില്ല. മനസ്സിലാക്കണം. കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ആളുകൾ 1 ലക്ഷം കൊടുക്കുന്നത്, 10,000 രൂപ വരുമാനമുള്ളവൻ 100 കൊടുക്കുന്നതും സമമാണ്. 2 പേർക്കും ഖബറിൽ ഒരേ പ്രതിഫലമാണ്. എന്നാൽ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ളവൻ ഒരു 50 ലക്ഷം, ഒരു 10 ലക്ഷം, ഒരു 20 ലക്ഷം മദ്രസയിലേക്ക് ഞാൻ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് അവന്റെ പ്രതിഫലം കൂടുന്നത്. 10,000 രൂപ വരുമാനമുള്ളവൻ ഇൻഷാ അല്ലാഹ് എന്റെ വരുമാനത്തിന്റെ 50% അഥവാ ഒരു 5,000, 1 ലക്ഷം വരുമാനമുള്ളവൻ എന്റെ വരുമാനത്തിന്റെ, എന്റെ സ്വത്തിൻ്റെതല്ല, എന്റെ സ്വത്തിന്റെ 50% ഒരാൾക്ക് തന്നെ ഇതുപോലെ 5 മദ്രസ എടുക്കാൻ കഴിയും. സ്വത്തിന്റെ 5% തന്റെ ഒരു മാസത്തെ വരുമാനത്തിന്റെ 50% ഞാൻ എന്റെ മദ്രസയിലേക്ക് കൊടുക്കുമെന്ന് തീരുമാനിച്ചാൽ തന്നെ ഇൻഷാ അല്ലാഹ് വളരെ എളുപ്പത്തിൽ അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയും. 240 വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോ ഏകദേശം ഈ നാട്ടിൽ 300ഓളം വീടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓരോ വീട്ടിലുള്ള ഓരോ സഹോദരിമാർ ഒരു സ്വർണം എന്ന രീതിയിൽ എന്റെ ഖബറിടത്തിലേക്ക് കടന്നു വരണമെന്ന നല്ല നീയത്തോടുകൂടെ ആ പ്രസ്തുത മദ്രസ നിർമ്മാണത്തിലേക്ക് വേണ്ടി സഹായിച്ചാൽ ഇൻഷാ അല്ലാഹ് 240 വിദ്യാർത്ഥികളുടെ ഓരോ ഹർഫിനും 10 ഇരട്ടിയല്ല, ലക്ഷോപലക്ഷം ഇരട്ടിയായിട്ട് ഈ മദ്രസ നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഖബറിടത്തിലേക്ക് എല്ലാ ദിവസവും കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഇത് വലിയൊരു കൂട്ടുകാരാണ്. ഇത്തരം കൂട്ടുകാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. നാട്ടിലെ കൂട്ടുകാർ മരിച്ചാൽ തിരിഞ്ഞു നോക്കാത്തവരാണ്. 2 ദിവസം അവരുടെ മനസ്സിൽ വേദനയുണ്ടാകും. 3ാമത്തെ ദിവസത്തോടുകൂടി അവരത് മറന്നു പോവുകയാണ്. 3 ദിവസം കഴിഞ്ഞാൽ അവരത് മറന്നു പോവുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മരിച്ചു കഴിഞ്ഞ് ഖബറിൽ നിന്ന് തിരിച്ചു പോകുന്ന ചങ്ങാതിമാർ ഒരുപാട് സൃഷ്ടിക്കുന്നതിന് പകരം മരിച്ച് നമ്മുടെ ഖബറിൽ കിടക്കുമ്പോൾ ഖബറിൽ ഉപകരിക്കുന്ന ചങ്ങാതിമാരുടെ കൂടെ നമ്മൾക്ക് നിൽക്കാം. ആരാണ് ആ കൂട്ടുകാർ? ആരാണ് ആ ചങ്ങാതിമാർ? ഇൽമൻ അല്ലമഹു വനശറ, ജനങ്ങളിലേക്ക് ഇൽമ എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും വഅദ് പറയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, എല്ലാവർക്കും എഴുതാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ചില ആളുകൾ വഅദ് പറയും, ചില ആളുകൾ അത് കേൾക്കും, ചില ആളുകൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും. ചില ആളുകൾ ഇതുപോലെ മദ്രസയും പള്ളിയും നിർമ്മിക്കുമ്പോ മദ്രസ എന്ന് പറയുന്നത് ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹുവിന്റെ മഹത്തായ ഒരു സൗധമാണല്ലോ, ജനങ്ങൾക്ക് ഇൽമ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമാണല്ലോ. ജനങ്ങൾക്ക് നമ്മുടെ മദ്രസയിലേക്ക് വരുന്ന ചെറിയ പിഞ്ചോമന മക്കൾക്ക് നമ്മുടെ ദീനിന്റെ ബാലപാഠം മുതൽ ഫിഖ്ഹും താരീഖും ഖുർആനും തഫ്സീറും പഠിപ്പിക്കുന്ന ഒരു സാംസ്കാരിക മേഖലയാണല്ലോ നമ്മുടെ മദ്രസ. ആ മദ്രസയിലേക്ക് ഇൻഷാ അല്ലാഹ് എന്റെ ഒരു സ്വർണം, എന്റെ വക ലക്ഷങ്ങൾ, എന്റെ വക 10,000 എന്ന് നേർച്ച ചെയ്തിട്ട് ഈ മദ്രസയിൽ യാതൊരു ബാധ്യതയോ യാതൊരു കടങ്ങളോ ഇല്ലാതെ ഈ കിട്ടുന്ന അവസരം മുതലെടുത്ത് ഈ ഇൽമ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇത് നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഖബറിടത്തിലേക്ക് നമ്മുടെ ഇഖ്ലാസ് പോലെ അല്ലാഹു പ്രതിഫലങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ഇത് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇത് നിങ്ങൾക്ക് സുവർണാവസരമായി കണ്ട് ഒരാളും നഷ്ടപ്പെടുത്താതെ നാളേക്കുള്ള ബിസിനസ്സിൽ എല്ലാവരും പങ്കാളികളാവുക. നഷ്ടമില്ലാത്ത കച്ചവടത്തിൽ എല്ലാവരും ഒരു ഷെയർ വാങ്ങിക്കണം. നഷ്ടമില്ലാത്ത ലാഭം മാത്രമുള്ള കച്ചവടമാണിത്. ഈ ലാഭം മാത്രമുള്ള കച്ചവടത്തിൽ എല്ലാവരും പങ്കാളികളായി ആഖിറത്തിലേക്ക് ഒരു ഡെപ്പോസിറ്റ് തയ്യാറാക്കി വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിലേക്ക് വരുന്ന ഒരു കൂട്ടുകാരൻ ഇതൊക്കെയാണ്. 2ാമത്തെ കൂട്ടുകാരൻ വവലദൻ സാലിഹൻ തറകഹു, അവൻ നാളെ മരിച്ചു പോകുമ്പോൾ ഇവിടെ ഇട്ടേച്ചു പോകുന്ന, ഇവിടെ ബാക്കി വെച്ചു പോകുന്ന സ്വാലിഹീങ്ങളായ മക്കൾ നമ്മുടെ ഖബറിടത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ്. എങ്ങനെയാണ് നമ്മുടെ മക്കൾ നമ്മുടെ മുതൽക്കൂട്ടാകുന്നത്? അല്ലബ്നാഉ അമാനത്തും ഫീ അനാഖികും, മക്കൾ എന്ന് പറയുന്നത് അല്ലാഹു നമ്മൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ്. ഉമ്മമാരെ, മക്കൾ എന്ന് പറയുന്നത് അല്ലാഹു നിങ്ങളുമായി യാദൃച്ഛികമായി തന്ന ഒരു മകനല്ല. നിങ്ങൾ 2 പേരും കിടപ്പറ പങ്കിടുമ്പോ യാദൃച്ഛികമായി അല്ലാഹു തരുന്ന ഒരു സമ്മാനമല്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ, താൽക്കാലികമായി സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചൊരു മുതലാണത്. അല്ലബ്നാഉ അമാനത്തും ഫീ അനാഖികും, നിങ്ങളുടെ പിരടിയിൽ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് ആ മക്കളുടെ.
കാരണം നിങ്ങൾക്ക് അല്ലാഹു സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. എപ്പോഴാണോ തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ ആ മകന് തിരിച്ചു കൊടുക്കണം, ആ മകളെ തിരിച്ചു കൊടുക്കണം. കൊടുക്കുമ്പോൾ വെറുതെ അങ്ങ് കൊടുത്താൽ പോരാ, സാലിഹാക്കി തിരിച്ചു കൊടുക്കേണ്ടത് ഉമ്മയുടെ ഉപ്പയുടെ ബാധ്യതയാണ്. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് യാത്ര ചെയ്തു വന്നപ്പോ മകൻ മരിച്ചു എന്ന വാർത്ത മറച്ചു വെച്ചിട്ട് മനോഹരമായ ഭക്ഷണം ഒരുക്കി കിടപ്പറ മനോഹരമാക്കി വിരിച്ചു വെച്ചിട്ട് തന്റെ ഭർത്താവിന്റെ കൂടെ കിടപ്പറ പങ്കിട്ടിട്ട് ആ ഭർത്താവിനെ സന്തോഷിപ്പിച്ചതിന് ശേഷം അബൂ ത്വൽഹയുടെ ഭാര്യയായ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലയോ, ഞങ്ങളുടെ മകൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിരിക്കുകയല്ല. ആ ഉമ്മു സുലൈം പറഞ്ഞത്, നിങ്ങൾ ഒരാളിൽ നിന്ന് വല്ല വസ്തുവും കടം വാങ്ങിച്ചാൽ നിങ്ങളത് തിരിച്ചു കൊടുക്കേണ്ടയോ? അതെ, കൊടുക്കണം. ഒരാളിൽ നിന്ന് വായ്പ വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെ കൊടുക്കണം? നേരെ തന്നതുപോലെ കൊടുക്കണം. ഒരാൾ കൊടുത്തില്ലെങ്കിലോ അയാൾ അക്രമിയാണ്. എന്നാൽ എന്റെ പൊന്നാര ഭർത്താവേ, അള്ളാഹു നമ്മൾക്ക് നൽകിയ ഒരു വായ്പയാണ് നമ്മുടെ മകൻ. ആ മകനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലാണ് ഒരു വായ്പയാണ് നമ്മുടെ മക്കൾ. എങ്ങനെയാണ് ആ മക്കളെ തിരിച്ചു കൊടുക്കേണ്ടത്? സാലിഹീങ്ങളാക്കി തിരിച്ചു കൊടുക്കൽ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ബാധ്യതയാണ്. പക്ഷേ നമ്മുടെ ഉപ്പമാര് ഭൂരിഭാഗം ഗൾഫിലാണ്, ഭൂരിഭാഗം വീടിന്റെ പുറത്താണ്, ഭൂരിഭാഗം കച്ചവടത്തിനും ബിസിനസിനും ജോലിക്ക് വേണ്ടി പുറത്തു പോകുമ്പോ ആ മക്കളുടെ 90% ഉത്തരവാദിത്തവും ഉമ്മയുടെ കയ്യിലാണ്. മക്കള് മോശമായാൽ ആദ്യം ചോദിക്കുക ഉമ്മമാരെ നിങ്ങളോട്, മക്കളോട്. ഉമ്മയെ കുറിച്ചുള്ള കടമയെ കുറിച്ചല്ല അള്ളാഹു ചോദിക്കുക. എന്റെ ഉമ്മയെ നീ ബഹുമാനിക്കാത്തത്, എന്റെ ഉമ്മയെ നീ ആദരിക്കാത്തത്, എന്റെ ഉപ്പയെ നീ ബഹുമാനിക്കാത്തത്, ഉപ്പയോടുള്ള കടമകൾ എന്തേ നീ ചെയ്യാത്തത് എന്നല്ല, മക്കളോടല്ല ആദ്യം ചോദിക്കുന്നത്. ആദ്യം ചോദിക്കുന്നത് ഉമ്മമാരോടാണ്. എന്തേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നാക്കാത്തത്? എന്തേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സാലിഹീങ്ങളാക്കാത്തത്? ഇതാണ് ആദ്യത്തെ ചോദ്യം. അതുകൊണ്ട് ഉമ്മമാരുടെ കരങ്ങളിലാണ് 90% മക്കളുടെ ഉത്തരവാദിത്തമുള്ളത്. ഉമ്മമാരാണ് 10 വയസ്സായ മക്കളെ തഹജ്ജുദ് നിസ്കരിക്കാൻ ശീലിപ്പിക്കേണ്ടത്. ഉമ്മമാരാണ് 10 വയസ്സ് മുതലുള്ള മക്കളെ ഖുർആൻ ഓതാൻ ശീലിപ്പിക്കേണ്ടത്. ഉമ്മമാരാണ് സുന്നത്തുകളൊന്നും ഒഴിവാക്കാതെ, ജമാഅത്തൊന്നും ഒഴിവാക്കാതെ സുബഹിക്ക് ശേഷം ഖുർആൻ ഓതാൻ, മഗ്രിബിന്റെ ശേഷം ഖുർആൻ ഓതാൻ, സൂറത്തുൽ മുൽക്കും സൂറത്ത് യാസീനും സൂറത്തുൽ വാഖിഉം പാരായണം ചെയ്യാൻ, ദിവസേന ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, ദിവസേന സ്വലാത്ത് ചൊല്ലാൻ, അല്ലാഹുവിനെ പേടിച്ച് ജീവിപ്പിക്കാൻ ശീലിപ്പിക്കേണ്ടത് ഉമ്മമാരാണ്. കിടന്നുറങ്ങുമ്പോഴുള്ള മര്യാദ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ്. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ്. ബാത്റൂമിലേക്ക് പോകുമ്പോഴുള്ള മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ്. കാരണം ഉമ്മയുടെ കൈകളിലാണ് മക്കളുള്ളത്. ഈ ഭാഗത്ത് വല്ല വീഴ്ചയും വന്നാൽ, മക്കളെ വളർത്തുന്നതിൽ വല്ല അപാകതയും വന്നുപോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, സ്വർഗ്ഗം ഹറാമാണെന്നല്ലേ അല്ലാഹു പറഞ്ഞത്. സ്വർഗ്ഗം ഹറാമാണെന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ? സ്വർഗ്ഗം ഹറാമാണെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ? ഇല്ല. സ്വർഗ്ഗത്തിൽ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട്. നരകത്തിന്റെ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഹറാമാണ് എന്നാണ്. അള്ളാഹു ഒരു ഉത്തരവാദിത്തം നൽകിയിട്ട് അത് ഭംഗിയായി നിർവഹിക്കാതെ ഒരാൾ മരിച്ചുപോയാൽ, അഥവാ മക്കളെ ലഭിച്ച ഉമ്മയും ഉപ്പയും ആ മക്കളെ സാലിഹീങ്ങളാക്കാതെ മരിച്ചുപോയാൽ ആ ഉമ്മയും ഉപ്പയും സ്വർഗത്തിലേക്ക് കിടക്കൂല. സ്വർഗം അവർക്ക് ഹറാമാണ് എന്ന് പറയുമ്പോ ഈ കല്യാണം കഴിക്കുന്നത് എളുപ്പമാണ് എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ വിചാരിച്ചതുപോലെ കല്യാണം കഴിക്കാൻ എല്ലാവർക്കും വലിയ ആവേശമാണ്, കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമാണ് നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ. പക്ഷേ കല്യാണം കഴിച്ച നമ്മുടെ മുമ്പിൽ ഇത്തരം ഒരു ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം, ഇങ്ങനെ ഒരു കടമ്പയുണ്ട് എന്ന് തിരിച്ചറിയണം. മക്കളെ സാലിഹീങ്ങളാക്കാൻ കഴിയുമെങ്കിൽ മാത്രം മതി. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് അള്ളാഹു പറഞ്ഞത്, എല്ലാവരും സമ്പത്ത് നോക്കി കല്യാണം കഴിക്കുമ്പോ
എല്ലാവരും കുടുംബം നോക്കി കല്യാണം കഴിക്കുമ്പോ, എല്ലാവരും സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കുമ്പോ, പൊന്നുമോനെ നീ സൗന്ദര്യം നോക്കണ്ട, നീ സമ്പാദ്യം നോക്കണ്ട, നീ തറവാട് നോക്കണ്ട, നീ നോക്കേണ്ടത് പെണ്ണിന്റെ ദീനാണ്. കാരണം നിന്റെ മകനെ ദീനിയായി വളർത്തൽ നിന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ നീ നരകത്തിൽ കിടക്കേണ്ടവനാണ്. വലാ തളഊഹാ ഫീ ഗൈരിൽ അക്ഫാ. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോ തഖയ്യറൂ ലിനുതഫികും. ദീനിയായ പെണ്ണെവിടെ, അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണെവിടെ, അച്ചടക്കമുള്ള പെണ്ണെവിടെ, ഇതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചാൽ മതി. അവർക്കേ മക്കളെ നന്നാക്കാൻ കഴിയുള്ളൂ. ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന പെൺമക്കള് ഭർത്താവില്ലാത്ത സമയത്ത് തന്റെ ബസ്സിലുള്ള, താൻ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരുമായി, കണ്ടക്ടർമാരുമായി, ബസ് സ്റ്റാൻഡിലുള്ള ആളുകളുമായി, ടെക്സ്റ്റൈൽസിലുള്ള ആളുകളുമായി, പീഡികത്തിണ്ണയിൽ കാണുന്ന ആളുകൾ, നാട്ടുകാരായ ആളുകൾ, മിസ്കോള് വരുന്ന ആളുകൾ, അവരന്യ പുരുഷനാണ് എന്ന് ബോധമില്ലാതെ അവരുമായി സംസാരിക്കാനും അവരുമായി ബന്ധം വെക്കാനും യാതൊരു മടിയില്ലാത്ത ഇങ്ങനെയുള്ള സുന്ദരി പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടാനാണ്? അതിന് പകരം സൗന്ദര്യം നോക്കി പോവല്ല, സമ്പത്ത് നോക്കി പോവല്ല. ദീൻ എവിടെയാണോ ഉള്ളത്, അള്ളാഹുവിനെ പേടിയുള്ള പെണ്ണ് എവിടെയാണോ ഉള്ളത്, അവരെ തെരഞ്ഞു പിടിച്ച് കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിൽ നിന്നുണ്ടാവുന്ന മക്കളെ സാലിഹീങ്ങളാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. വവലദൻ സാലിഹൻ തറകഹു. സാലിഹായ ഒരു മകനെ, സാലിഹത്തായ ഒരു മകളെ ഏതെങ്കിലും ഒരു ഉമ്മയോ ഏതെങ്കിലും ഒരു ഉപ്പയോ ഇവിടെ ബാക്കി വെച്ചാൽ നിങ്ങൾക്ക് കബറിടത്തിൽ പേടിക്കാനില്ല. ആ മക്കളുടെ നിസ്കാരം നിങ്ങളുടെ കബറിടത്തിലേക്കുള്ളതാണ്. ആ മക്കൾ നൽകുന്ന സ്വതക്ക നിങ്ങളുടെ കബറിടത്തിലേക്കുള്ളതാണ്. ആ മക്കൾ ഓതുന്ന ഖുർആൻ നിങ്ങളുടെ കബറിടത്തിലേക്കുള്ളതാണ്. അങ്ങനെയല്ലയോ? അങ്ങനെയല്ലയോ? മഹാന്മാർ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം. ഖബറിൽ നിന്ന് ഒരാൾ, കുറെ ആളുകൾ, ആത്മാക്കളെല്ലാം പുറത്തേക്ക് വന്ന് എന്തൊക്കെയോ പൊറുക്കിയെടുക്കുന്ന ഒരു സ്വപ്നം കാണാനിടയായി. ഖബറിലുള്ള ഖബറാളികളെല്ലാം, ഖബറിലുള്ള എല്ലാ ഖബറാളികളും അർദ്ധരാത്രിയായപ്പോൾ ഖബറിന്റെ പുറത്തേക്ക് വന്ന് എന്തൊക്കെയോ പൊറുക്കിയെടുക്കുന്ന സ്വഭാവം, പൊറുക്കിയെടുക്കുന്നത് കാണാനിടയായി. ഒരാൾ മാത്രം മാറി നിൽക്കുന്നു. അയാളോട് ചോദിച്ചു, ഇവരെന്താണ് ഈ പൊറുക്കിയെടുക്കുന്നത്? അയാൾ പറഞ്ഞു, ഈ നാട്ടുകാരോതുന്ന ഖുർആൻ, നാട്ടുകാർ ഹദിയ ചെയ്യുന്ന സദഖ, ബഅലിന്റെ സദസ്സിൽ നിന്ന് ഹദിയ ചെയ്യുന്ന ദിക്റുകൾ, അതെല്ലാം ഖബറാളികൾ ഒരു ആശ്വാസത്തിന് വേണ്ടി പൊറുക്കിയെടുക്കുകയാണ്. എന്നാൽ നിങ്ങൾക്കിത് വേണ്ടേ? നിങ്ങൾ എന്തേ പൊറുക്കിയെടുക്കാത്തത്? നിങ്ങൾ എന്തേ മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആ മാറി നിൽക്കുന്ന ഖബറാളി പറഞ്ഞു, ഇന്നാലിന്ന അങ്ങാടിയിൽ, ഇന്നാലിന്ന പട്ടണത്തിൽ ഒരു കടയുണ്ടാകും. ആ കടയിൽ എന്റെ മകനുണ്ട്. ആ മകൻ കച്ചവടം ചെയ്യുന്ന മകനാണ്. ആ മകൻ പരിശുദ്ധമായ ഖുർആൻ ഓതി എന്നും എന്റെ ഖബറിലേക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് മാത്രം മതി, എനിക്കത് ധാരാളമാണ്, അതെനിക്ക് ധാരാളമാണ്. എനിക്ക് മറ്റുള്ളവരുടെ ഹദിയ വാങ്ങാനോ പെറുക്കിയെടുക്കാനോ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ മകൻ തന്നെ ഇഷ്ടം പോലെ എന്റെ കബറിടത്തിലേക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ സ്വപ്നം കണ്ടതുപോലെ മഹാനായ ആ മനുഷ്യൻ കണ്ട അങ്ങാടിയിലേക്ക് പോവുകയാണ്. അവിടെ എത്തി ആ ഷോപ്പ് അന്വേഷിക്കുന്നത്. അപ്പൊ പറഞ്ഞു, എന്റെ ഉപ്പ മരിച്ചുപോയി, ഞാൻ ഖുർആൻ ഓതി എന്റെ ഉപ്പയുടെ കബറിടത്തിലേക്ക് ഹദിയ ചെയ്യുകയാണ് എന്ന്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സഹോദരൻ സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? അന്ന് കബറാളികൾ പുറത്തു വന്ന് വാരിക്കോരി പെറുക്കിയെടുക്കുന്നത് കണ്ടതുപോലെ ഇന്നും കാണുകയാണ്. അന്ന് മാറി നിന്ന സഹോദരൻ ഇന്നിവരുടെ കൂട്ടത്തിൽ കൂടി എന്തൊക്കെയോ പെറുക്കിയെടുക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മകൻ എനിക്കെന്നും ഖുർആൻ ഓതുന്നുണ്ട്, എനിക്കിത് പെറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന്? നിങ്ങളല്ലയോ പറഞ്ഞത്? ഇന്ന് നിങ്ങളത് വാരിക്കോരി എടുക്കുകയാണോ? അപ്പോഴാണ് ആ സഹോദരൻ പറഞ്ഞത്, ഇന്നലെ എനിക്ക് നിത്യമായി ഖുർആൻ ഓതിയിരുന്ന എന്റെ മകൻ ഇന്നലെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ്. ഇനി എനിക്ക് മറ്റുള്ളവരെ പോലെ ഇവിടേക്ക് കടന്നു വരുന്ന നന്മകൾ വാരിക്കോരി പെറുക്കിയെടുക്കണമെന്ന് പറഞ്ഞപ്പോ സ്വപ്നത്തിൽ നിന്നുണർന്ന് അന്ന് കണ്ട അങ്ങാടിയിലേക്ക് പോയി, അന്ന് കണ്ട പട്ടണത്തിലേക്ക് പോയി, അന്ന് കണ്ട ഷോപ്പുകാരന്റെ അടുത്തേക്ക് പോയി. നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരനില്ല. ചോദിച്ചു, എവിടെ ചെറുപ്പക്കാരൻ? ചെറുപ്പക്കാരൻ ഇന്നലെ മരിച്ചുപോയി. ചെറുപ്പക്കാരൻ ഇന്നലെ മരിച്ചുപോയി. മരണം വരെ യാതൊരു പേടിയില്ലാതെ മകൻ ചെയ്യുന്ന മുഴുവൻ നന്മയും ഉമ്മയുടെ കബറിടത്തിലേക്കാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് വവലദൻ സാലിഹൻ തറകഹു, സാലിഹീങ്ങളായ മക്കളെ നമ്മൾക്കുണ്ടാക്കാം. നമ്മുടെ കബറിടത്തിലേക്ക് സാലിഹീങ്ങളായ മക്കളെ ഉണ്ടാക്കാം. ചങ്ങാതിമാരൊക്കെ തിരിച്ചു പോകുമ്പോ, കുടുംബക്കാരും നാട്ടുകാരും തിരിച്ചു പോകുമ്പോ
നമ്മുടെ ഖബറിടത്തിലേക്ക് നമ്മുടെ മക്കളുടെ അമൽ കടന്നു വരും. നല്ല മക്കളായി സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റിയാൽ, മക്കളെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കുമ്പോൾ കുഴപ്പമില്ല, അതൊക്കെ വേണ്ടത് തന്നെയാണ്. അതിൻ്റെ കൂടെ അവരെ ദീനും പഠിപ്പിക്കാനും ദീനിയായ രീതിയിൽ ചിട്ടയോടെ വളർത്താനും നമ്മൾ ശ്രമിക്കണം. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ഔ മുസ്ഹഫൻ. എത്ര സൗണ്ട് ഉള്ളൂ ഈ മോണിറ്ററിന്? എന്തൊന്ന് കൂട്ടി തന്നാല് എത്ര റിസ്ക് എടുത്തിട്ടെന്ന് അറിയാൻ പറയും. ഞാൻ മൈക്കിന് കുറ്റം പറയുന്നത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ റിസ്ക് എടുത്ത് പറയുന്നു. ഔ മുസ്ഹഫൻ വറഥ. അനന്തരമായി മുസ്ഹഫ് നൽകിയാൽ, അനന്തരമായി മുസ്ഹഫ് നൽകിയാൽ, പള്ളിയുണ്ട്, മദ്രസയുണ്ട്, ആ മദ്രസകളിലേക്ക് നമ്മൾ മുസ്ഹഫുകൾ നൽകണം. പഠിക്കാൻ പോകുന്ന 240 വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോ അവർ 7ാം ക്ലാസ്സിൽ നിന്ന് 8ലേക്ക് പോകുമ്പോ, 8ൽ നിന്ന് 9ലേക്ക്, അങ്ങനെ +2 വരെ പോകുമ്പോ ഈ മക്കൾക്ക് ഖുർആൻ ഓതാൻ ഞാൻ മുസ്ഹഫ് നൽകാമെന്ന് പറഞ്ഞ് മുസ്ഹഫ് നമ്മൾക്ക് സംഭാവന ചെയ്യാം. പള്ളിയിലേക്ക് നല്ല റസ്മുൽ ഉസ്മാനി മുസ്ഹഫുകൾ നമ്മൾക്ക് സംഭാവന ചെയ്യാം. ഗൾഫിൽ നിന്ന് വരുമ്പോ, മക്കയിൽ നിന്ന് വരുമ്പോ അവിടെ നിന്നൊക്കെ നല്ല മുസ്ഹഫുകൾ കൊണ്ടുവന്ന് കുടുംബക്കാരുടെ വീടുകളിലേക്ക് നമ്മൾക്ക് ഹദിയ ചെയ്യാം. ആ മുസ്ഹഫ് നോക്കി എത്ര ആളുകളാണോ ഖുർആൻ ഓതുന്നത്, ആ ഖുർആനിന്റെ ഓരോ ഹർഫും മുസ്ഹഫ് നിലനിൽക്കുന്ന കാലത്തോളം ഇത് സംഭാവന ചെയ്ത ആളുകളുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.